ആൾക്കാരും കാണുമായിരുന്നു. പൊന്നൂസേ പറഞ്ഞ കേൾക്കാമോ? ഞാൻ പറഞ്ഞ കേൾക്കാമോ? മൈക്ക് ഓൺ ആക്കിട്ടേക്കണേ, മൈക്ക് ഓൺ ആക്കിട്ടേക്കണേ, മൈക്ക് ഓഫ് ചെയ്യണേ. ഋദ്ധി മൈക്ക് ഓഫ് ചെയ്യണേ. ശ്രുതി മൈക്ക് ഓഫ് ചെയ്യണേ. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട് മൈക്ക് ഓഫ് ചെയ്യണമെന്ന്. നമുക്ക് നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് അല്ലെ പൊളിറ്റിക്കൽ സയൻസിന്റെ 10 ചാപ്റ്റർ നമ്മള് 10 ചാപ്റ്ററിൽ നമ്മൾ കവർ ചെയ്തിരുന്നേ. നമുക്കിനി പൊളിറ്റിക്കൽ സയൻസിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. നമുക്കറിയാലോ പ്രധാനമായിട്ടും യൂണിയൻ എക്സിക്യൂട്ടീവ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ എവിടെ പറഞ്ഞു നിർത്തിയിരുന്നേ? യൂണിയൻ എക്സിക്യൂട്ടീവ് അല്ലേ? ഓർക്കുന്നുണ്ടോ നിങ്ങൾ എല്ലാവരും? ഓർക്കുന്നുണ്ടോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കാമോ കാണാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ കാണാമോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്താൽ മതി. ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞിരുന്നു ഓഡിയോ ഓഫ് ചെയ്തിടണമെന്ന്. ഞാൻ മൊത്തത്തിൽ ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. ഓക്കെ, കഴിഞ്ഞു. ഓക്കെ റഹ്മത്ത്. ഓക്കെ, ഇപ്പൊ നമ്മൾ 11ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. നമുക്ക് മൊഡ്യൂൾ 3യിൽ പഠിക്കേണ്ടത് ഏതൊക്കെയാണ്? തേർഡ് മൊഡ്യൂളില് 10, 11, 12, പിന്നെ 14, 15, 16 നോട്ട് ചെയ്ത് വെച്ചേക്കണേ. 10, 11, 12, 14, 15, 16 കേട്ടോ. അടുത്ത മൊഡ്യൂളിൽ പഠിക്കേണ്ട ചാപ്റ്ററുകളാണ്. നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമുക്ക് ഇനി നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഓർത്തിരിക്കുക, പാർലമെന്റ് ഓഫ് ഇന്ത്യ. പെട്ടെന്ന് എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇന്ത്യൻ പാർലമെന്റ് എന്തറിയാം? ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തറിയാം? നമുക്കറിയാം, നമുക്ക് പുതിയൊരു പാർലമെന്റ് മന്ദിരമൊക്കെ ഉണ്ട് ഇപ്പം അല്ലെ. എന്റെ പേരെന്താണ്? സെൻട്രൽ വിസ്ത. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്റെ പേരെന്താണ്? സെൻട്രൽ വിസ്ത. ഒന്ന് ശരിയാക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ടാണ് ഒരു ചെറിയ ലാഗ് വരുന്നത്. അറേഞ്ച് ചെയ്ത് അപ്പൊ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം
ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള പുതിയ തെരഞ്ഞെടുപ്പൊക്കെ നടന്നു അല്ലെ, പുതിയ ഗവൺമെന്റ് വരാനുള്ള ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു. ഇനി അതിന്റെ റിസൾട്ട് വന്നാൽ മതി. ബാക്കി സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവും. നമുക്കറിയാം, കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പുതിയൊരു പാർലമെന്റ് മന്ദിരം ഒക്കെ ഉണ്ട്. ഇത്ര നാൾ നിങ്ങൾ റൗണ്ടിലൊക്കെ കണ്ട, അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫ്രണ്ടിലേക്ക് ഉണ്ട് ഒരു അല്ലെ പാർലമെന്റ് മന്ദിരം. അതായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നിർമ്മിച്ച 100 വർഷത്തോളം പഴക്കമുള്ള ഒരു പാർലമെന്റ് മന്ദിരമാണ്. അപ്പൊ നമുക്ക് ബ്രിട്ടീഷുകാരുടെ നിർമ്മിതിയാണ്. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷമായിട്ട് നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു നിർമ്മിതി ഇതുവരെയായിട്ടും നമ്മൾ ഇല്ലായിരുന്നു. അങ്ങനെ അത് നമ്മുടെ പൂർത്തിയാക്കി അല്ലെ. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പാർലമെന്റ് മന്ദിരങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ നിലവിലുള്ളത് അല്ലെ. അത്യാധുനികമായ സംവിധാനങ്ങളും ഒക്കെയുള്ള ലോക്സഭ രാജ്യസഭ ഉൾപ്പെടുന്ന പ്രസിഡന്റിനൊക്കെ താമസിക്കാൻ പറ്റുന്ന പ്രത്യേക തരത്തിലുള്ള സംവിധാനങ്ങളോട് കൂടിയ പുതിയൊരു മന്ദിരമാണ്. അപ്പം നമുക്ക് ഇന്ത്യൻ പാർലമെന്റിനെ കുറിച്ചാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഹൗ മെനി മെമ്പേഴ്സ് ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് എത്ര പ്രതിനിധികളുണ്ട് നിലവിലെ? 20 അല്ലേ. രാജ്യസഭയിലേക്കോ 9, 29 ഓർത്തിരിക്കണം കേട്ടോ. ലോക്സഭ ഓർ രാജ്യസഭ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിൽസ് ഏതൊക്കെയാണ്? ഗവൺമെന്റ് ബില്ല്, ധനബിൽ അല്ലെങ്കിൽ മണി ബില്ല്, ഓർഡിനറി ബില്ല്, പ്രൈവറ്റ് ബില്ല്, ഓർഡിനറി സാധാരണ ധനേതര ബില്ലുകൾ, പിന്നെ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ അല്ലെങ്കിൽ അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ട ബില്ലുകളാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഇതെല്ലാം നമുക്ക് എന്താണ്? ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബില്ലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇതെല്ലാം നമ്മൾ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പൊ അതിലേക്കൊന്നും വലിയ എക്സ്പ്ലനേഷൻ പോകേണ്ട ആവശ്യമില്ല. എവിടെയാ നമുക്ക് ബില്ലുകൾ എവിടെ സാധാരണ അവതരിപ്പിക്കാറുള്ളത്? നോർമലി ലോക്സഭ ഓർ രാജ്യസഭ അല്ലെ. രാജ്യസഭയിലും ലോക്സഭയിലും നമുക്ക് അവതരിപ്പിക്കാം. മണി ബില്ല് ഓർത്തിരിക്കുക. മണി ബില്ല് മാത്രം നമ്മൾ എവിടെ അവതരിപ്പിക്കുന്നത്? മണി ബില്ല് നമുക്ക് പാർലമെന്റില് ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പാടുള്ളൂ. അത് നിർബന്ധമായിട്ട് ഓർത്തിരിക്കണം. നമ്മൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് ധനബില്ല് അല്ലെങ്കിൽ മണി ബില്ല് നമ്മൾ എവിടെ അവതരിപ്പിക്കുന്നത്? ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കുള്ളൂ. രാജ്യസഭയിൽ വേണമെങ്കിൽ കൈമാറാം, അവതരിപ്പിക്കാനൊന്നും പറ്റില്ല. ബാക്കി ഏത് ബില്ലുകൾ നമുക്ക് എവിടെ അവതരിപ്പിക്കാം? എവിടെ വേണമെങ്കിലും അവതരിപ്പിക്കാം. അപ്പൊ അതിൽ സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. പാർലമെന്റിന്റെ 2 സഭകളെ കുറിച്ചൊന്നും പറയണ്ടല്ലോ. ലോക്സഭ ഓർ രാജ്യസഭ അല്ലെ, അല്ലെങ്കിൽ ലോക്സഭയും പിന്നെ രാജ്യസഭയും. അതില് ലോക്സഭയാണ് ഹൗസ് ഓഫ് ദ പീപ്പിൾ, ജനസഭ അല്ലെങ്കിൽ ജനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്ന ഏതാണ്? ലോക്സഭയാണ്. ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്ന ഏതാണ്? ഓരോ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്, നമ്മളാരും അറിയാറില്ല അവിടെ എത്ര. അത് 6 വർഷമാണ് അവരുടെ കാലാവധി. ഇപ്പൊ നിങ്ങൾ ലോക്സഭയെ കുറിച്ച് അറിഞ്ഞിരിക്കുമ്പോൾ ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്, രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. കാരണം അവിടെ നമ്മൾ നേരിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈയിടെ ഇലക്ഷൻ നടന്നു, നമ്മൾ എങ്ങോട്ട് ഏത് സഭയിലേക്ക് നടത്തിയത്? ലോക്സഭയിലേക്കാണ്, അല്ലെങ്കിൽ ഹൗസ് ഓഫ് ദ പീപ്പിൾ. മറ്റത് ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളുടെ സഭ. പല സംസ്ഥാനങ്ങളുടെയും സഭ എന്നറിയപ്പെടുന്ന ഏതാണ്? രാജ്യസഭയാണ്. ജനങ്ങളുടെ സഭ എന്നറിയപ്പെടുന്ന ഏതാണ്? ലോക്സഭയാണ്. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കണം. ലോക്സഭയിലെ മെമ്പേഴ്സിന്റെ അംഗസംഖ്യ എന്നറിയപ്പെടുന്ന 552 അതിൽ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാറുണ്ട്. 550 വരാറുണ്ട്. നിലവിൽ 545 നിലവിലുള്ള സംഖ്യ. അത് 552 വരെ ആകാം. പിന്നെ രാജ്യസഭയിൽ 250 ഓർത്തിരിക്കണം. കാലാവധി 6 വർഷമാണ്. അവിടെ നേരിട്ടല്ല തിരഞ്ഞെടുക്കുന്നത്. ഓരോ 2 വർഷം കൂടുമ്പോഴും 1/3 അംഗങ്ങൾ റിട്ടയർമെന്റ് ചെയ്യുന്നുണ്ട്. അതായത് 6 വർഷം പൂർത്തിയാക്കിയവര് ഓരോ 2 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? റിട്ടയർമെന്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് പുതിയ ആളുകൾ വരുന്നു. നമ്മൾ അതിലേക്ക് നേരിട്ടൊന്നും അറിയാറില്ല, കാരണം അതെല്ലാം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. ഡയറക്റ്റ് ആയിട്ട് നടക്കുന്നത് എങ്ങനെയാണ്? ലോക്സഭയിൽ മാത്രമാണ്, ഓർത്തിരിക്കുക. ഇപ്പൊ ഇവിടെ ചോദിച്ചിട്ടുണ്ട് പവർ ആൻഡ് ദ ഫങ്ഷൻസ് ലോക്സഭയുടെ എന്തൊക്കെയാണ്? നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കല്, സാമ്പത്തിക ചുമതലകള്, അതുപോലെ തന്നെ പ്രതിദാനം ചെയ്യല്, ചർച്ചാപരമായ ചുമതലകള്, ഭരണഘടനാപരമായ ചുമതലകള്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നീതിന്യായം, ഇതെല്ലാം വളരെ എളുപ്പമാണ് കേട്ടോ. അതെല്ലാം നമ്മുടെ ലോക്സഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? സൂചിപ്പിക്കുന്നത്, ഓർത്തിരിക്കുക. അപ്പൊ ലോക്സഭ, അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി എന്താണ് ലോക്സഭ എന്നൊക്കെ അല്ലെ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, നമ്മൾ നേരിട്ട് തെരഞ്ഞെടുപ്പ് നടത്തുന്നതും നമ്മൾ നേരിട്ട് തെരഞ്ഞെടുത്ത് വിടുന്നതും ഒക്കെ ഏതാണ്? ലോക്സഭയിലേക്കാണ്. രാജ്യസഭയിലേക്ക് അത്തരത്തിലൊരു പരിപാടി നടക്കുന്നില്ല. അപ്പൊ എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഏറ്റവും വലിയ സഭ, അതായത് അപ്പർ ചേംബർ അല്ലെങ്കിൽ അപ്പർ ചേംബർ എന്നറിയപ്പെടുന്ന ഏതാണ്? അത് രാജ്യസഭയാണ്. പിന്നെ ലോവർ ഏതാണ്? ലോക്സഭയുമാണ്, ഓർത്തിരിക്കണം. പക്ഷെ എന്ത് പറഞ്ഞാലും നമ്മൾ പറയുമ്പോഴൊക്കെ വലുത് രാജ്യസഭയാണ് അല്ലെങ്കിൽ ലോക്സഭ കുറച്ചും കൂടെ താഴെയാണെന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നേരിട്ട് തെരഞ്ഞെടുത്ത് വിടുന്ന സഭ എന്നറിയപ്പെടുന്ന എപ്പോഴും ലോക്സഭയാണെന്ന് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഹൗസ് ഓഫ് ദ പീപ്പിൾ ആണ്. ആദ്യം ഹൗസ് ഓഫ് ദ പീപ്പിൾ ആയിരുന്നു പണ്ട് പേര്. പിന്നീട് 1950 ശേഷമൊക്കെ 53 ശേഷമൊക്കെ അതിന്റെ പേര് മാറി നമ്മൾ ഹിന്ദി അവയുടെയൊക്കെ സ്വീകരിച്ച് അതിൽ നിന്നൊക്കെയാണ് പിന്നീട് ലോക്സഭ രാജ്യസഭ എന്നിലേക്ക് മാറിയത് കേട്ടോ. ആദ്യത് ഹൗസ് ഓഫ് ദ പീപ്പിളും ഹൗസ് ഓഫ് ദ സ്റ്റേറ്റ്സ് എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ഹൗസ് ഓഫ് ദ കോമൺ സ്റ്റേറ്റ് എന്നൊക്കെ പല പേരിൽ അറിയപ്പെട്ടിരുന്നത്, ഓർത്തിരിക്കുക. ഇപ്പൊ ലോക്സഭ, നമുക്ക് ആദ്യം ലോക്സഭയിലേക്ക് പോവാം. പിന്നെ ലോക്സഭയിൽ എന്തൊക്കെയുണ്ട് നമുക്ക് പഠിക്കാനായിട്ട്? ലോക്സഭ ഉണ്ടാവും. ഗൈഡ് പേജ് നമ്പർ 83 ആണ്, ചാപ്റ്റർ 11 കേട്ടോ, പേജ് നമ്പർ 83. ഓക്കെ,
ഞാൻ എൻ്റെ വീഡിയോയും എൻ്റെ സൗണ്ടും ഒക്കെ ഓക്കെ അല്ലേ? ഒന്ന് ആരെങ്കിലും ഒന്ന് ഒരു ഓക്കെ ഇട്ടേ, ഒരാളിട്ടാൽ മതി. വീഡിയോ പറയുന്നതിൽ കേൾക്കുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം, കാണുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എല്ലാം ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്കിവിടെ ഇവിടെ പറഞ്ഞ കാര്യത്തിൽ ഇത്രേ ഉള്ളൂ. നമുക്ക് ലോക്സഭയിലേക്ക് വരുമ്പോൾ ലോക്സഭയുമായി ബന്ധപ്പെട്ട് ഓക്കെ 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 മതി മതി ഓക്കെ ജിനിഷ. അപ്പൊ നമുക്ക് ലോക്സഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് പോവാണ്. ഒരു ലോക്സഭയുടെ സ്പീക്കർ ഉണ്ടാവും, അദ്ദേഹമാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത് കേട്ടോ. ലോക്സഭയുമായി ബന്ധപ്പെട്ട് ഒരു ലോക്സഭയ്ക്ക് ഒരു പ്രത്യേക സ്പീക്കറൊക്കെ ഉണ്ടാവും, ഡെപ്യൂട്ടി സ്പീക്കറും ഒക്കെ ഉണ്ടാവും. അദ്ദേഹമാണ് ലോക്സഭയ്ക്കകത്തെ എല്ലാ കാര്യങ്ങളും. പേജ് നമ്പർ ഓക്കെ, പേജ് നമ്പർ 83, ചാപ്റ്റർ 11, പാർലമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പേജ് നമ്പർ 83, 82, 83, ചാപ്റ്റർ 11, പാർലമെന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പാർലമെന്റ്. ഓക്കെ, നമുക്ക് പഠിക്കുന്നത് എന്താണ്? പവേഴ്സ് ഓഫ് ലോക്സഭ, ലോക്സഭയുടെ അധികാരങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് അവിടെ ഈ ലോക്സഭയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ നമുക്കറിയാം ലോക്സഭയ്ക്ക് സ്പീക്കർ ഉണ്ട്, ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ട്. നമ്മൾ ഏതാണ്ട് 552ഓളം അല്ലെ, 552ഓളം ആളുകൾ നമ്മൾ നേരിട്ട് തെരഞ്ഞെടുത്ത് വിടുന്നു എന്നൊക്കെ നമുക്കറിയാം. കേരളത്തിൽ നിന്ന് 20 പേരെ തെരഞ്ഞെടുത്ത് വിടുന്നു. ആ ലോക്സഭയിലെ എന്താണ് അധികാരത്തിൽ വരുന്നത് എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത്? ആ ഒരു സംവിധാനമാണ് അല്ലെ ലോക്സഭ. ഇന്ത്യ ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ്. ഇപ്പൊ നമുക്കറിയാം ജൂൺ 4-ാം തീയതി ഇപ്പം റിസൾട്ടൊക്കെ വരും, ഇലക്ഷന്റെ റിസൾട്ടൊക്കെ വരും. അന്ന് ഇതായിട്ട് ഒരു പ്രൊസീജിയർ ആയിട്ട് പഠിക്കാനുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം നമുക്ക് എളുപ്പമാണ്, കാരണം ഇപ്പൊ നമുക്ക് കറണ്ടായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ നമുക്കറിയാം. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, വോട്ട് ചെയ്യാനുള്ളവരെല്ലാം വോട്ട് ചെയ്തു. ഇനി ജൂൺ 4-ാം തീയതി ഇലക്ഷനൊക്കെ പല സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു, പല ഘട്ടങ്ങളിലായിട്ടാണ്. അപ്പം അത് പഠിക്കാനുള്ള ഭാഗമായതുകൊണ്ട് തന്നെ ജൂൺ 4-ന് ശേഷം ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഏത് പാർട്ടിക്കാണ്, നിലവിൽ ഏത് പാർട്ടി ആയിക്കോട്ടെ, ഏത് പാർട്ടിക്കാണ് അവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ളത്, അതിൽ നിന്നുള്ളൊരു വ്യക്തിയെ എന്തായിട്ട് തിരഞ്ഞെടുക്കുന്നു? ലോക്സഭയുടെ നേതാവായിട്ട് തിരഞ്ഞെടുക്കുന്നു. ആ നേതാവ് തന്നെയായിരിക്കും, അതായത് ജൂൺ 4-ാം തീയതി ശേഷം ഇലക്ഷൻ എണ്ണി തിട്ടപ്പെടുത്തി കഴിഞ്ഞ ശേഷം ഏതെങ്കിലും ഒരു പാർട്ടി, ഏതെങ്കിലും ഒരു ദേശീയ പാർട്ടി, അതേതും ആയിക്കോട്ടെ, കോൺഗ്രസ്, BJP, മറ്റേത് പാർട്ടിയും ആയിക്കോട്ടെ, അവരെ ഏതെങ്കിലും ഒരു പാർട്ടി ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടി, അതായത് ഒരു നിശ്ചിത 3/2 ഭൂരിപക്ഷം നേടുന്ന പാർട്ടി ഏതാണോ ആ പാർട്ടി എന്ത് ചെയ്യുന്നു? അവിടുത്തെ ആ പാർട്ടിയുടെ ഒരു വ്യക്തി ലോക്സഭയുടെ നേതാവാകുന്നു. ആ നേതാവ് പിന്നീട് ആ പാർട്ടിയെ പിന്നീട് ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെ, രാജ്യത്ത് പുതിയൊരു ഗവൺമെന്റ് എന്താണ് കൊണ്ടുവരുന്നതിന് ക്ഷണിക്കുന്നു. അങ്ങനെ ആ പാർട്ടിയുടെ നേതാവല്ല, ലോക്സഭയുടെ നേതാവായിട്ടുള്ള വ്യക്തി എന്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി പിന്നീട് പ്രസിഡന്റുമായി ചേർന്ന് ഡിസ്കസ് ചെയ്ത് എന്തിലേക്ക് പോകുന്നു? മറ്റ് മിനിസ്റ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റുമായി ആലോചിച്ച് പ്രൈം മിനിസ്റ്റർ ഡിസൈഡ് ചെയ്യുന്ന വ്യക്തികളെ മറ്റ് വകുപ്പുകൾ ക്യാബിനറ്റിലേക്ക് മന്ത്രിമാരായിട്ട് സെലക്ട് ചെയ്യപ്പെടുന്നു. അവരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അവരുടെ വകുപ്പുകൾ ഏതാണെന്ന് കൃത്യമായിട്ട് പ്രൈം മിനിസ്റ്റർ ഡിസൈഡ് ചെയ്യുന്നു. അങ്ങനെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് കൃത്യമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ പുതിയൊരു ഗവൺമെന്റ് രൂപീകരിക്കുന്നു, സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്കുന്നു. പിന്നീട് നടക്കുന്ന എന്താണ്? പിന്നീട് ലോക്സഭയിൽ അല്ലെ, പിന്നീട് നമുക്ക് ലോക്സഭയാണ് പിന്നീട് ആദ്യം വേണ്ടത്. ലോക്സഭയില് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഇരു സഭകളും പുതുതായിട്ട് സമ്മേളിക്കണം. അങ്ങനെ സമ്മേളിക്കുമ്പോൾ നിലവില് ആ പുതിയ സഭയാണ്, അവിടെ ഒരു സ്പീക്കറോ അല്ലെങ്കിൽ മറ്റാരും ഉണ്ടാവില്ല. നിലവിൽ അങ്ങനെ വരുമ്പോൾ ആദ്യ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിരിക്കും. അങ്ങനെ പ്രസിഡന്റ് ആദ്യമായിട്ട് ലോക്സഭയെ അഭിസംബോധന ചെയ്യുന്നു. ഈ പ്രൊസീജിയറാണ് നടക്കുന്നത് അല്ലെ. പിന്നീട് എന്താ സംഭവിക്കുന്നത്? പിന്നീട് അവിടെ ഒരു പ്രോടൈം സ്പീക്കർ ഉണ്ടാവും. താൽക്കാലികമായിട്ട് എപ്പോഴും ഒരു പ്രോടൈം സ്പീക്കർ ലോക്സഭയിൽ ഉണ്ടാവും. ആ സ്പീക്കർ താൽക്കാലികമായിരിക്കും, അതായത് മുതിർന്ന ഒരു വ്യക്തിയായിരിക്കും, ഒരു സീനിയർ സിറ്റിസൺ ആയിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും പ്രായം കൂടിയ ഒരു വ്യക്തിയായിരിക്കും. തെരഞ്ഞെടുത്ത നിലവിലുള്ള 552 പേരിൽ അല്ലെങ്കിൽ 545 പേരിൽ ഏറ്റവും പ്രായമുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കും സാധാരണ പ്രോടൈം സ്പീക്കറായിട്ട് വരാറുള്ളത്. പിന്നീട് അതിനുശേഷം നിലവിലെ ഒരു പുതിയ സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെയൊക്കെ തെരഞ്ഞെടുക്കുന്നു. ആ സ്പീക്കറായിരിക്കും നിലവിൽ ആ പുതിയ ലോക്സഭയുടെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്, ഓർത്തിരിക്കുക. പിന്നെ പാർലമെന്റില് പ്രത്യേകിച്ച് ലോക്സഭയിൽ ഒരു ബില്ലുകളെല്ലാം കൃത്യമായിട്ട് പരിശോധിക്കും. ധനബില്ലുകൾ, പ്രത്യേകിച്ച് ഒരു ബില്ല്, മണി ബില്ല്, സാധാരണ അത് ഒരു മണി ബില്ലാണെന്ന് ക്ലിയർ ചെയ്യുന്നത് പ്രസിഡന്റിന്റെ അനുമതിയോട് കൂടി തന്നെ ക്ലിയർ ചെയ്യുന്നത് ആരാണ്? ലോക്സഭയുടെ സ്പീക്കറാണ്. അത് മണി ബില്ലാണ് അല്ലെങ്കിൽ അല്ല എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് ലോക്സഭയുടെ സ്പീക്കറാണെന്നുള്ള കാര്യം ഓർക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ലോക്സഭയെ കുറിച്ച് വൃത്തിയായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇപ്പൊ ലോക്സഭയുടെ അധികാരങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ നിയമനിർമ്മാണം നടത്തുന്നു. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെ രാജ്യത്തിന് വേണ്ട എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് അതെല്ലാം അവതരിപ്പിക്കുന്നത് ലോക്സഭയിലും രാജ്യസഭയിലുമാണ്. പ്രത്യേകിച്ച് ആദ്യം ലോക്സഭയിൽ ഉണ്ടോ ധനബില്ലുകൾ, മണി ബില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആദ്യം അവതരിപ്പിക്കും. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. ബജറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സാമ്പത്തികപരമായ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നമുക്ക് ലോക്സഭയിലും അതുപോലെ തന്നെ രാജ്യസഭയിലും അവതരിപ്പിക്കാം. ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഉപചോദ്യങ്ങൾ, മറ്റു ഉപക്ഷേപങ്ങൾ, മറ്റു പ്രമേയങ്ങൾ,
അവിശ്വാസ പ്രമേയം, ഇതെല്ലാം നമുക്ക് ലോക്സഭയിൽ അവതരിപ്പിക്കാം. ഇത് തന്നെ നമുക്ക് രാജ്യസഭയിൽ അവതരിപ്പിക്കാം. മണി ബില്ല് ഒഴിച്ച്, കൃത്യമായിട്ട് ഓർത്ത് വെക്കണേ, മണി ബില്ല് ഒഴിച്ച് ഭരണഘടന ഭേദഗതി ചെയ്യുന്ന കാര്യങ്ങൾ അത് രാജ്യസഭയിൽ ലോക്സഭയിൽ അവതരിപ്പിക്കാം. അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് ക്യാബിനറ്റ് കൂടി ചേർന്നും അതുപോലെ തന്നെ ലോക്സഭയിലെ അംഗങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ്. ഓർത്തിരിക്കുക, എല്ലാവരും ഉണ്ട് അതിൻ്റെ അകത്ത്. ഭരണപക്ഷമെന്നോ അല്ലെങ്കിൽ ഒപ്പോസിഷൻ പാർട്ടി എന്നോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടി, റൂളിംഗ് പാർട്ടി എന്നൊന്നും ഇല്ല കേട്ടോ. എല്ലാം ഒന്നിച്ചു കൂടി ചേർന്നാണ്, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ രാഷ്ട്രപതി നിയമനം, ഉപരാഷ്ട്രപതിമാരുടെ നിയമനം, ഇതെല്ലാം ചർച്ച ചെയ്യുന്നതും അത് തീരുമാനിക്കുന്നതും ഒക്കെ ലോക്സഭയിൽ രാജ്യസഭയിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ടൊക്കെ തീരുമാനങ്ങൾ എടുക്കുന്നു. മറ്റ് കമ്മീഷനുകൾ, മറ്റ് റിപ്പോർട്ടുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനം എടുക്കുന്നത് എവിടെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കൃത്യമായിട്ട്. എവിടെയാണ്? ഇതെല്ലാം ലോക്സഭയിലാണ്. ഇനി രാജ്യസഭ, അതുപോലെ തന്നെയാണ് രാജ്യസഭ. നമുക്ക് നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും, ഇൻഡയറക്റ്റ് ആണെങ്കിൽ പോലും രാജ്യസഭയിൽ ഈ പറയുന്ന ബില്ലുകൾ, മണി ബില്ല് ഒഴിച്ച് എപ്പോഴും ഓർത്തിരിക്കുക, മണി ബില്ല് ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് രാജ്യസഭയിൽ അവതരിപ്പിക്കാം. അവിടെ ചോദ്യങ്ങൾ അവതരിപ്പിക്കാം, പ്രമേയങ്ങൾ അവതരിപ്പിക്കാം. ഇതുപോലെ തന്നെ രാഷ്ട്രപതിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട്, ഹൈക്കോടതി ജഡ്ജിമാരുടെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവിടെ തീരുമാനം എടുക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കുക, രാജ്യസഭയെ നിയന്ത്രിക്കുന്നത് എപ്പോഴും ഒരു സ്പീക്കറല്ല, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി അല്ലെങ്കിൽ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ഏത് വ്യക്തിയാണോ ആ വ്യക്തിയായിരിക്കും രാജ്യസഭയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്നത്. എപ്പോഴും ഓർത്തിരിക്കുക കേട്ടല്ലോ. ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആരാണോ ആ വ്യക്തിയാണ്. നിലവിൽ ജഗദീപ് ധൻഖർ ആണ്, ഓർത്തിരിക്കുക. ജഗദീപ് ധൻഖർ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരിക്കും രാജ്യസഭയുടെ ചെയർമാൻ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇന്ത്യക്കൊരു പ്രസിഡന്റോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ ഇല്ലാത്ത ഒരു അവസരത്തിൽ നിലവില് ഈ രാജ്യസഭയുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇന്ത്യക്കൊരു പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ ഇല്ലെങ്കിൽ, അത് ഇതുമായി ബന്ധപ്പെട്ടതല്ല, ആ പ്രസിഡന്റിന്റെ പദവി വഹിക്കുന്ന വ്യക്തി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഇല്ല, അഥവാ പ്രസിഡന്റ് ഇല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കും 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടത്തണമെന്നുണ്ട്. അഥവാ ഇനി രണ്ടുപേരും ഇല്ലെങ്കിൽ കേട്ടോ, പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഇല്ലെങ്കിൽ നിലവിൽ ആരായിരിക്കും? ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ പരമോന്നത നീതിപീഠത്തിന്റെ ഉയർന്ന വ്യക്തി ഏതാണ്? ചീഫ് ജസ്റ്റിസ് അല്ലെ? ആ വ്യക്തിയായിരിക്കും ഇന്ത്യയുടെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക സ്ഥാനം വഹിക്കുക. അങ്ങനെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കുക. ജസ്റ്റിസ് ഹിദായത്തുള്ള അങ്ങനെ ഒരു ചാർജ് ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല. ജസ്റ്റിസ് ഹിദായത്തുള്ള അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇനി പാർലമെന്റ്, ഇന്ത്യൻ പാർലമെന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് 6ാമത്തെ, പാർലമെന്റിനെ കുറിച്ച്. അപ്പം നമുക്കറിയാം ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെ, നമ്മൾ സെൻട്രൽ ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ്, ഇന്ത്യൻ ഗവൺമെന്റ് എന്നൊക്കെ നമ്മൾ പറയും. അവിടെ പ്രസിഡന്റ്, ലോക്സഭ, അതുപോലെ തന്നെ രാജ്യസഭ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്ത് ഇന്ത്യൻ പാർലമെന്റ്. ഓർത്തിരിക്കണം, പ്രസിഡന്റ്, അതുപോലെ തന്നെ ലോക്സഭ, രാജ്യസഭ, ഇതെല്ലാം കൂടിച്ചേരുന്നതാണ് ഇന്ത്യൻ പാർലമെന്റ് എന്ന് ഓർത്തിരിക്കുക. ഈ സംവിധാനം എങ്ങനെ വരാൻ കാരണം എന്താണ്? 1919 ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം, പാർലമെന്റ് ആരൊക്കെ കൂടി, പ്രസിഡന്റ്, ലോക്സഭ, രാജ്യസഭ, ഇതെല്ലാം കൂടിച്ചേരുന്നതാണ്, ഓർത്തിരിക്കുക. പിന്നെ മറ്റൊരു ചോദ്യമാണ്, രാജ്യസഭയുടെ ഘടനയും സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന വിധവും വിശദീകരിക്കുക. ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, നമ്മൾ നേരിട്ടല്ല, അതൊരു ഉയർന്ന മണ്ഡലമാണ്, ഉയർന്ന സഭയാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും 250 അംഗങ്ങളുടെ നേരിട്ടല്ല ഇലക്ഷൻ, ഇൻഡയറക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ചില തെരഞ്ഞെടുക്കുന്ന ലോക്സഭയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ചില തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളൊക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ രാജ്യസഭയിലേക്ക് ഇലക്ഷൻ നടത്തുന്നത് കേട്ടോ. കേരളത്തിൽ നിന്ന് പരമാവധി 9 പേരെയാണ് നമ്മൾ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല 250 പേരിൽ 12 പേരെ ഇന്ത്യൻ പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാം, അത് ഓർത്തിരിക്കുക. 238 പേര് മാത്രമേ ഇൻഡയറക്റ്റ് ആയിട്ട് നേരിട്ട് തെരഞ്ഞെടുക്കാൻ പാടുള്ളൂ. ബാക്കി 12 പേരെ കല, ശാസ്ത്രം, സാഹിത്യം എന്നീ മേഖലകളിൽ നിന്ന് ആർക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും? ഇന്ത്യയുടെ പ്രസിഡന്റിന് നോമിനേറ്റ് ചെയ്യാം. അതിൽ ആംഗ്ലോ ഇന്ത്യൻ എന്നുള്ളൊരു സംഭവം എടുത്തു കളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, നിലവിലില്ലാതെ കേട്ടല്ലോ, അത് ഓർത്തിരിക്കുക. ആംഗ്ലോ ഇന്ത്യൻ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. ബാക്കിയുള്ള 12 പേരെ എന്ത് ചെയ്യാം? 238 പേരെ നേരിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. ബാക്കിയുള്ളവരെ രാഷ്ട്രപതിക്ക് നാമനിർദ്ദേശം ചെയ്യാം, ഓർത്തിരിക്കുക. അപ്പൊ നമ്മുടെ PT ഉഷയും സുരേഷ് ഗോപിയും ഒക്കെ അങ്ങനെ സ്പോർട്സിൽ നിന്ന് മാത്രം തിരഞ്ഞെടുക്കാൻ പറ്റില്ല കേട്ടോ. സ്പോർട്സിൽ നിന്ന് മാത്രമില്ല, അതിന് പകരം അവരേതെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ അങ്ങനെ ഇലക്ഷൻ അങ്ങനെ വന്നിട്ടുണ്ട്, PT ഉഷ, അവരെയൊക്കെ സ്പോർട്സിന്റെ പേരിലല്ല എടുത്തിരിക്കുന്നത്. അവരെ മറ്റ് മേഖല ഏതെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. കലാശാസ്ത്രം, സാഹിത്യം മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അങ്ങനെയാണ് അവരെടുത്തിരിക്കുന്നത്, ഓർത്തിരിക്കുക. 250 സ്ഥിരം സഭയാണ്, 6 വർഷമാണ് കാലാവധി, 3ൽ 2 അംഗങ്ങൾ, മൂന്നിലോ അല്ലെ അത്രയും പേര് 2 വർഷം കൂടുമ്പോൾ റിട്ടയർമെന്റ് ചെയ്ത് പോകും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഏതാണ്ട് രാജ്യസഭാംഗമായിരിക്കാനുള്ള യോഗ്യതകൾ എന്ന് പറയുന്നത് ഇന്ത്യൻ പൗരനായിരിക്കണം, പ്രത്യേകിച്ച് 30 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം, ഇന്ത്യൻ ഭരണഘടനയോട് താല്പര്യമുള്ള വ്യക്തിയൊക്കെ ആയിരിക്കണം, വോട്ടർ പട്ടികയിൽ പേരുള്ള ആളായിരിക്കണം. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, വോട്ടർ ക്വാളിഫിക്കേഷൻ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അല്ലെ, എളുപ്പമല്ലേ അതൊക്കെ. ഇനി ലോക്സഭയെ കുറിച്ച് നമുക്കറിയാം, 552 അതിന്റെ അംഗസംഖ്യ എന്ന് പറഞ്ഞു.
അല്ലെ? ഒരു 5 വർഷമാണ് കാലാവധി, മറ്റ് 6 വർഷമല്ല 5 വർഷമാണ്. ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് ഈ സഭ തന്നെയാണ്, ഓർത്തിരിക്കുക. ചില ബില്ലുകളെല്ലാം അവതരിപ്പിക്കാം. കേരളത്തിൽ നിന്ന് 20 പേരാണ്, ഓർത്തിരിക്കുക. കേട്ടല്ലോ? അതൊക്കെ ഓർത്തിരിക്കുക. ലോക്സഭയുടെ സ്പീക്കറാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നുള്ള കാര്യമൊക്കെ. ലോക്സഭയുടെ കൃത്യമായിട്ട് അധ്യക്ഷൻ ഉണ്ടാവും, ലോക്സഭാ സ്പീക്കർ ആയിരിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി ലോക്സഭാ സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഓർത്തിരിക്കുക. ഇനി ഡിസ്ക്രൈബ് ദ പവേഴ്സ് ഓഫ് ദ സ്പീക്കർ ഓഫ് ദ ലോക്സഭ. ലോക്സഭയുടെ സ്പീക്കറുടെ എന്തൊക്കെ പവേഴ്സ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ എന്താണ്? പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അധികാരങ്ങൾ പല ഉണ്ട് അല്ലെ? കമ്മിറ്റി കൃത്യമായിട്ട് സഭായോഗങ്ങളൊക്കെ വിളിച്ചു ചേർക്കുക അല്ലെ? സ്പീക്കറുടെ അനുവാദമില്ലാതെ മെമ്പേഴ്സിനൊന്നും എന്താണ് സംസാരിക്കാനൊന്നും പാടില്ല. അവിടെ കയറി നമുക്ക് പൊതുവെയുള്ളൊരു സ്വഭാവമാണ് അല്ലെ? അങ്ങനെയുള്ള ആവശ്യമില്ലാതെ ഇവിടെ ഒരു സഭയിൽ ചെന്നാൽ വെറുതെ ഇരുന്ന് വർത്താനം പറയാം, അങ്ങനെയുള്ളതൊന്നും പറ്റത്തില്ല. അവിടെ ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്, കൃത്യമായ റൂൾസ് ഉണ്ട്. അത് കൃത്യമായിട്ട്, അതുപോലെ ബില്ലുകളൊക്കെ അവതരിപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി മാത്രമേ പറ്റുകയുള്ളൂ കേട്ടോ. അച്ചടക്കം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നിർബന്ധമാണ്. എന്ത് തീരുമാനം എടുക്കുക, അതിപ്പോ പ്രധാനമന്ത്രി ആണെങ്കിൽ ആരായിക്കോട്ടെ, സഭയ്ക്കകത്ത് അദ്ദേഹമാണ് അതിന്റെ അധികാരങ്ങൾ തീരുമാനിക്കുന്ന കാര്യം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനം. അപ്പൊ ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 3-4 പ്രാവശ്യം മാത്രമേ സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ ചില സമയത്ത്, അതായത് ഈ ചില ബില്ലുകള് അങ്ങനെ വന്നിട്ടില്ല. ആകെ 4 പ്രാവശ്യം കണ്ട വന്നിട്ടുള്ളൂ. 1961 ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഡൗറിയുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു കേസുകളിൽ. അങ്ങനെ ചില കേസുകളിൽ ഈ ലോക്സഭയിലും രാജ്യസഭയിലും ബില്ലുകളൊക്കെ പാസ്സാക്കാതെ വരുമ്പോൾ വളരെ അത്യാവശ്യമായിരിക്കും അത് പാസ്സാക്കേണ്ടത്, വളരെ അനിവാര്യമായിട്ട് വന്നു കഴിയുമ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യൻ പ്രസിഡന്റ് ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടും. ഇന്ത്യൻ പ്രസിഡന്റ് ആ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ലോക്സഭയുടെ സ്പീക്കർ ആയിരിക്കും. അപൂർവമായിട്ടാട്ടോ 4 പ്രാവശ്യം മാത്രമേ അങ്ങനെ ഇന്ത്യയിൽ നടന്നിട്ടുള്ളൂ. അതായത് രാജ്യസഭയും ലോക്സഭയുടെ ഒന്നിച്ച് വിളിച്ചു കൂട്ടുന്നത്. അത് ചില ബില്ലുകളൊക്കെ തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ 4 പ്രാവശ്യം മാത്രമേ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ളൂ. അത് വിളിച്ചു കൂട്ടുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റും അതിൽ അധ്യക്ഷം വഹിക്കുന്നത് ലോക്സഭയുടെ സ്പീക്കറും ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ പാർലമെന്റിന്റെ ഫംഗ്ഷൻസ്, ലെജിസ്ലേറ്റീവ് അധികാരങ്ങളുണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, മറ്റുള്ള അധികാരങ്ങൾ. ലെജിസ്ലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നിയമങ്ങൾ, ഈ രാജ്യത്തിന് വേണ്ടി ബില്ലുകളൊക്കെ ചർച്ച ചെയ്യുക, അമെന്റ്മെന്റ് ചെയ്യുക, പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക. എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ എന്താണ്? പാർലമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, എന്താണ്? അല്ലെങ്കിൽ ലോക്സഭയും രാജ്യസഭയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പാർലമെന്റ് എന്ന് പറയുന്ന സിസ്റ്റമാണ്. ലോക്സഭയും രാജ്യസഭയും പ്രസിഡന്റ് ഒക്കെ കൂടി ചേർന്നല്ലേ നമുക്ക് രാജ്യത്തിന് വേണ്ട നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നു. അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അധികാരം പാർലമെന്റുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പഠിക്കാനുണ്ട് അല്ലെ? അപ്പൊ അതെല്ലാം ലോക്സഭയിലും രാജ്യസഭയിലും ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് പാർലമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എല്ലാ എക്സിക്യൂട്ടീവായ കാര്യങ്ങൾ ഉൾപ്പെടുന്നെന്ന് ഓർത്തിരിക്കുക. മറ്റധികാരങ്ങളുണ്ട് കേട്ടോ. അതായത് രാജ്യസഭയുടെയും ലോക്സഭയുടെയും 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എന്ത് കാര്യവും നമുക്ക് പാസ്സാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാം. അത് വെറുതെ ഒന്നും അങ്ങനെ പറ്റത്തില്ല. ഇന്ത്യയിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. അമേരിക്കയുടെ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിൽ അങ്ങനെ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്ന ഇംപീച്ച്മെന്റിലൂടെയാണ്. അല്ലാതെ നമുക്ക് വെറുതെ ഒന്നും അതിന് ഇംപീച്ച്മെന്റ് ചെയ്യാൻ പറ്റില്ല. ലോക്സഭയിലും രാജ്യസഭയിലും അത് അവതരിപ്പിച്ച് 3-2 അംഗങ്ങളുടെ ഭൂരിപക്ഷമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഇംപീച്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക. പിന്നെ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതെല്ലാം ഓർത്തിരിക്കുക. ഫംഗ്ഷൻസ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് വിസ്തീരിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വൺ വേർഡ് ആണ് കൂടുതൽ ഞാൻ ആ ഒരു തരത്തിൽ നിങ്ങളോട് കൂടുതൽ എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അടുത്ത നമുക്കൊരു കുറച്ച് പഠിക്കാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. ഓർഡിനറി ബില്ല്, പിന്നെ മണി ബില്ല്, അതുപോലെ തന്നെ നമുക്ക് ബഡ്ജറ്റ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഈ ഓർഡിനറി ബില്ല് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കുന്ന സ്വകാര്യപരമായിട്ടുള്ള ബില്ലുകളാവാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ബില്ലുകൾ. ഇതെല്ലാം നമുക്ക് എന്താ ഓർഡിനറി ബില്ല് എന്ന് പറയും. നോർമലി ചില കാര്യങ്ങൾ, ജനങ്ങളുടെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ട നിയമങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആയിരിക്കാം. ഇതെല്ലാം നമ്മൾ എവിടെ അവതരിപ്പിക്കുന്നത്? ഗവൺമെന്റ് ബില്ലും പ്രൈവറ്റ് ബില്ലും 2 തരത്തിലുണ്ട്. ഇതെല്ലാം നമ്മൾ എവിടെ അവതരിപ്പിക്കുന്നത്? പാർലമെന്റിലാണ്, ലോക്സഭയിലോ രാജ്യസഭയിലോ ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ബില്ലുകളാണ് സാധാരണ ബില്ലുകൾ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ അത് എന്ത് ചെയ്യാം, തള്ളിക്കളയാം, അല്ലെങ്കിൽ അത് സ്വീകരിക്കാം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. മണി ബില്ല് ഇതുപോലെ തന്നെയാണ്. മണി ബില്ല് മണി ബില്ല് ഒരു ധനബില്ലാണ്, അല്ലെങ്കിൽ മണി ബില്ലാണ് എന്ന് തീരുമാനിക്കുന്ന ആരാ? ലോക്സഭ സ്പീക്കറാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഓർത്തിരിക്കുക കേട്ടല്ലോ. അങ്ങനെ ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയ ഓരോ ബില്ലുകളും, അത് എന്ത് ബില്ലും ആയിക്കോട്ടെ, അത് നിയമമായിട്ട് മാറണമെങ്കിൽ എങ്ങോട്ട് അയക്കണം? ഇന്ത്യയുടെ സ്റ്റേറ്റിന്റെ ഹെഡായ പ്രസിഡന്റിന്റെ ഒപ്പോടുകൂടി മാത്രമേ പറ്റുള്ളൂ. അത് ഓർത്തിരിക്കുക കേട്ടല്ലോ. ഒരു സൈക്ലിക് പ്രോസസ്സാണ്. അതായത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു, രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു, നേരെ പ്രസിഡന്റിന്റെ അടുത്തേക്ക് പോകുന്നു. ഇനി അഥവാ പ്രസിഡന്റ് ഒപ്പിട്ടില്ല എന്ന് വിചാരിക്കുക, അദ്ദേഹത്തിന് ഇത് അത്ര പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും ഭേദഗതിക്ക് വേണ്ടി ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും വീണ്ടും ഒന്നോടെ അയക്കാം. പക്ഷേ ഇവിടെ നിന്ന് അത് ഭേദഗതി ചെയ്ത് വീണ്ടും രണ്ടാമതൊന്നുകൂടി പ്രസിഡന്റിന് അയച്ചു കഴിഞ്ഞാൽ അത് ഒപ്പിട്ടേ പറ്റൂ. അഥവാ ഒപ്പിട്ടില്ലെങ്കിൽ അത് പാസ്സാക്കിയതായിട്ട് ഗവൺമെന്റിന് തീരുമാനിക്കാം. അങ്ങനെ ഒരു റൂളും കൂടിയുണ്ട്. കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് പാർലമെന്ററി സിസ്റ്റമാണ്, പ്രസിഡൻഷ്യൽ ഭരണമല്ല കേട്ടോ. ഓർത്തിരിക്കുക. എന്താണ് ബഡ്ജറ്റ്?
ഒരു വർഷത്തെ മൊത്തത്തിലുള്ള വരവ് ചെലവ് കണക്കുകൾ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, കൃത്യമായിട്ട് നമുക്കറിയാം. ഇന്ത്യൻ പാർലമെന്റിൽ ഇപ്പോൾ ഒരു ബഡ്ജറ്റേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ മണി ബില്ലിനെ കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. നമ്മൾ ആദ്യം ഞാനിപ്പോൾ പറഞ്ഞ കാര്യമാണ്. മണി ബില്ല് ഒരിക്കലും രാജ്യസഭയിൽ അവതരിപ്പിക്കില്ല, ലോക്സഭയിൽ മാത്രമേ ഉള്ളൂ. അത് ബില്ല് കൃത്യമാണെന്ന് മനസ്സിലാക്കി അതാണ്ട് ലോക്സഭയുമായി ബന്ധപ്പെട്ട് ലോക്സഭയ്ക്ക് വേണമെങ്കിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച മണി ബില്ല് വേണമെങ്കിൽ എങ്ങോട്ട് അയക്കാം, രാജ്യസഭയിലേക്ക് അയക്കാം. പക്ഷെ അവിടെ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പറ്റില്ല. തിരിച്ചതുപോലെ 14 ദിവസങ്ങളിൽ തിരിച്ച് ലോക്സഭയിലേക്ക് തന്നെ അയച്ചിരിക്കണം. അത് മണി ബില്ല് മാത്രമേ ഉള്ളൂ. രാജ്യസഭയ്ക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല അവിടെ കേട്ടോ, ഓർത്തിരിക്കുക. പിന്നെ ലാസ്റ്റ് പ്രസിഡന്റ് ഒപ്പിടാം. അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇത് അവസാനിപ്പിക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് പറയുന്നുണ്ട് ഒരു ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. 15ാമത്തെ ചോദ്യം, there are several procedure for a bill presented in parliament to become a law. Explain the procedure. ഒന്നുണ്ട് ഫസ്റ്റ് റീഡിങ്. അതായത് ഒരു പാർലമെന്റിൽ ലോക്സഭയിലായിക്കോട്ടെ രാജ്യസഭയിലായിക്കോട്ടെ ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. ഒന്ന് ഫസ്റ്റ് റീഡിങ്, രണ്ടാമത്തെ പോയിന്റ് സെക്കൻഡ് റീഡിങ്, പിന്നീട് നമുക്കൊരു റിപ്പോർട്ട് സ്റ്റേജ് അല്ലെങ്കിൽ കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട് സ്റ്റേജ്, തേർഡ് റീഡിങ്. സിമ്പിൾ ആയിട്ട് പറയാം, നമ്മളൊരു പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലും ഒരു ബില്ല് അവതരിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആർട്ടിക്കിൾ 107 മുതൽ 122 വരെയുള്ള ആർട്ടിക്കിളാണ് ഒരു ബില്ല് അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടല്ലോ. അതായത് ഓരോ ബില്ലും 2 സഭകളും പാസ്സാക്കണം. പാസ്സായില്ലെങ്കിൽ തള്ളിപ്പോകും. അതിന് 5 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്. കൃത്യമായിട്ട് ഓർത്ത് വെക്കണം. ഒരു ബില്ല് രാജ്യസഭയിലും അല്ലെങ്കിൽ ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കുമ്പോൾ, പാർലമെന്റിന്റെ 2 സഭകളായ ലോക്സഭയിലും രാജ്യസഭയിലും അവതരിപ്പിക്കുമ്പോൾ ആർട്ടിക്കിൾ 107 മുതൽ 122 വരെയുള്ള ഭാഗങ്ങളാണ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ഒരു ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ. അപ്പോൾ അതിന് 5 സ്റ്റേജ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് റീഡിങ്, ഒന്നാം വായന അല്ലെങ്കിൽ സെക്കൻഡ് റീഡിങ്, രണ്ടാം വായന, പിന്നീട് കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട് സ്റ്റേജ്, 5ാമത്തെ സ്റ്റേജ് എന്നറിയപ്പെടുന്നത് തേർഡ് റീഡിംഗ് ആണ്. ജസ്റ്റ് പറഞ്ഞു തരാം. ആദ്യം ഒരു ഒന്നാം വായന എന്നറിയപ്പെടുന്ന ഒരു സംവിധാനമുണ്ട്, ഫസ്റ്റ് റീഡിംഗ്. അവിടെ ബില്ലുകളെല്ലാം നമ്മൾ ലോക്സഭയിലായിക്കോട്ടെ രാജ്യസഭയിലായിക്കോട്ടെ നമ്മൾ അത് അവതരിപ്പിക്കുന്നു. ആ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അനുമതിയൊക്കെ വാങ്ങിച്ച ശേഷം നമ്മൾ അവതരിപ്പിച്ച് പിന്നെ എന്താണ് അതിൽ ഓരോ അംഗങ്ങളും അവിടെ ഇരിക്കുന്ന ഓരോ അംഗങ്ങളും അതിനെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നു അല്ലെ. ബില്ലിനെ അനുകൂലിക്കാം അല്ലെങ്കിൽ അതിനെ എതിർക്കാം. ഒത്തിരി വിവാദങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫസ്റ്റ് റീഡിംഗ് കടന്ന് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ പറ്റും. അങ്ങനെ ആ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ പ്രോബ്ലമാണ്, കാരണം അവിടെ തന്നെ അത് അവസാനിക്കും. പിന്നീട് നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നത് പാസ്സാക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് പല കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ച് ഒന്നുകിൽ നമുക്കറിയാം ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ട് കുറെ കമ്മിറ്റികളൊക്കെ ഉണ്ട്, കുറെ സെലക്ട് ഒക്കെ നമുക്കറിയാം, PSC, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, അങ്ങനെ പറഞ്ഞിട്ട് 3-4 കമ്മിറ്റികളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ പോലും പല കമ്മിറ്റികളിലേക്കും ഇത് സെലക്ട് ചെയ്യുന്നു. പൊതുജന അഭിപ്രായവുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് സെലക്ട് കമ്മിറ്റിക്കൊക്കെ വിട്ട് അവിടെ ഭരണപക്ഷത്തിലെയും പ്രതിപക്ഷത്തിലെയും ഒക്കെ അംഗങ്ങൾ ഉണ്ടാവും, തിരഞ്ഞെടുക്കപ്പെട്ട ചില അംഗങ്ങൾ ഉണ്ടാവും. അങ്ങനെ അവിടെ നിന്നും അത് എങ്ങോട്ട് പോകുന്ന ആ കമ്മിറ്റി സ്റ്റേജിലേക്ക് പോയിട്ട് അവിടെയാണ് 3-ാം ഘട്ടം. അവിടെ ഞാൻ പറഞ്ഞില്ലേ പല കമ്മിറ്റികളുണ്ട്. ആ കമ്മിറ്റികളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവർ പല കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് എവിടെ എന്ന് കൂടണം, അതിന്റെ സ്ഥലങ്ങളെ കൃത്യമായ സമയമൊക്കെ അവർ തീരുമാനിക്കും. അതിൽ പ്രതിപക്ഷ അംഗങ്ങൾ ഉണ്ടാവും. അത് കൃത്യമായി പഠിച്ച് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ആ ബില്ലിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു. പിന്നീട് അതിന്റെ റിപ്പോർട്ട് ഉണ്ടാവും. 4-ാം ഘട്ടമാണ് റിപ്പോർട്ട്. ആ ബില്ലിനെ കുറിച്ച് കൃത്യമായി പഠിച്ച് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അത് പറഞ്ഞ ആൾ ആരാണോ അല്ലെങ്കിൽ ബില്ല് അവതരിപ്പിച്ച ആരാണോ അവയോട് കൃത്യമായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും പറയുന്നു. അത് ഒന്നുകിൽ ഏക അഭിപ്രായം ഉണ്ടാവാം ബില്ലിനെ കുറിച്ച്, അല്ലെങ്കിൽ ഭൂരിപക്ഷ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്താണ് ആ റിപ്പോർട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യത ഉണ്ടാവും. വളരെയധികം ചർച്ചകളൊക്കെ നടക്കും. നമുക്കത് ടിവിയിലൊക്കെ കാണാൻ പറ്റും അല്ലെ. പല കാര്യങ്ങളും എത്രയോ ഒരു ബില്ല് അവതരിപ്പിച്ച് അത് എത്രയോ ദിവസം കൊണ്ടാണ് അത് പാസ്സാക്കി എടുക്കുന്നത്, ഓർത്തിരിക്കുക. അങ്ങനെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഫൈനൽ സ്റ്റേജ് എന്താണ്, തേർഡ് റീഡിംഗ് ആണ്. ഇവിടെയാണ് അന്തിമഘട്ടം, ഫൈനൽ സ്റ്റേജ് എന്നറിയപ്പെടുന്നത്. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി തന്നെ അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതെന്താവാം, വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ അതവിടെ പാസ്സാക്കും. നമുക്ക് 2 സഭകളും പാസ്സാക്കി പ്രസിഡന്റിന്റെ അനുമതിക്കായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, അത് ബില്ല് ഒരു പുതിയ നിയമമായിട്ട് ഒന്നുകിൽ നമ്മുടെ നിലവിലുള്ള നിയമത്തിന്റെ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ പുതുതാണെങ്കിൽ അത് പുതുതായിട്ട് കൂട്ടിച്ചേർക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് നമ്മുടെ പാർലമെന്റിൽ ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്. ഒന്നും അറിയില്ലേ പോലും നിങ്ങൾ ഈ ഹെഡിംഗിൽ എഴുതി വെക്കണം. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട് സ്റ്റേജ് ആൻഡ് തേർഡ് റീഡിംഗ്. അങ്ങനെ 5 ഘട്ടങ്ങളിലൂടെയാണ് ആർട്ടിക്കിൾ 122 മുതൽ 107 മുതൽ 122 വരെയുള്ള ആർട്ടിക്കിളാണെന്ന് കൃത്യമായിട്ട് ഓർക്കുക. 5 ഘട്ടങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നതെന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാൻ മൈക്ക് ഓൺ ആക്കിയിടാം. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? പെട്ടെന്ന് ചോദിക്കാം. ഈ പോയിന്റ്സ് മാത്രമേ എക്സാമിന് പഠിക്കേണ്ടി വരൂ, അല്ലെങ്കിൽ അത് ഫുൾ ആയിട്ട് വരുവാ?
ഈ ഓരോ ഞാൻ പോയിന്റ്സ് പറഞ്ഞില്ലേ, ആയിട്ട് ഇതിപ്പോ നിങ്ങൾ ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോയിന്റുകളില്ലേ, കേൾക്കാമോ? പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. അപ്പൊ നിങ്ങൾ ആ പോയിന്റുകളായിട്ടൊക്കെ കൂടുതലും പഠിച്ചാൽ മതി. ഒത്തിരി എക്സ്പ്ലനേഷനിലേക്കൊന്നും ഒത്തിരി പോകണ്ട. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പം പഠിപ്പിക്കുന്നത് മിക്കവാറും കൂടുതൽ ഒരു ഒന്ന് പഞ്ച് ചെയ്ത് പറയുന്നത് കൂടുതലും വൺ വേർഡ് ബേസ് ചെയ്ത് തന്നെ പറയുന്നത്. ഷോർട്ട് ആൻസറും വൺ വേർഡ് ബേസ് ചെയ്ത് തന്നെ പറയുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു എസ് എ മോഡലിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് ഞാനിപ്പം പറഞ്ഞില്ലേ, ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്, തേർഡ് റീഡിങ്, അവിടുന്ന് എത്ര ഘട്ടങ്ങളുണ്ട്? 5 ഘട്ടങ്ങൾ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 102, 107 മുതൽ 122 വരെയുള്ള ആർട്ടിക്കിളുകൾ, അതൊക്കെ നമുക്ക് ചോദിക്കാം. അതിൽ അതുപോലെ എത്ര ഘട്ടങ്ങളുണ്ടെന്ന് ചോദിക്കാം. അതുപോലെ പിന്നെ അതൊരു എസ് എ ആയിട്ടാണ് ചോദിക്കുന്നെങ്കിലോ, ഒരു എസ് എ ക്വസ്റ്റൻ ആണെങ്കിലോ 5 ഘട്ടങ്ങളുണ്ട്, ഫസ്റ്റ് റീഡിങ്, സെക്കൻഡ് റീഡിങ്. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു പഠനം നിങ്ങൾ കൊണ്ടുവരണം. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, മാക്സിമം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പിന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവത്തില്ല. കാണാതെ പഠിച്ചു വെക്കരുത്, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? നമുക്ക് അടുത്ത ഇതിലത്തെ ഡൗട്ടുകളൊന്നും വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. സുപ്രീം കോടതി. സുപ്രീം കോർട്ട് ഓർത്തിരിക്കുക, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ പഠിക്കേണ്ട ചാപ്റ്ററാണ് സുപ്രീം കോടതി. ഓക്കെ, ചെറിയാനാണോ? ഓക്കെ ടേക്കണ ചെറിയൻ കേസ്. ഓക്കെ. അപ്പൊ നമുക്ക് എവിടെയാ നമ്മുടെ സുപ്രീം കോടതിയുടെ ആസ്ഥാനം? എവിടെയാ? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ ഹെഡ് എവിടെയാ? എവിടെയാ? നമ്മുടെ രാജ്യത്തിൽ ഒരിട്ട് സുപ്രീം കോടതി ഉള്ളൂ. എവിടെയാത്? അതിന് ചീഫ് ജസ്റ്റിസ് ഒക്കെ ഉണ്ട്. ന്യൂഡൽഹിയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കണം, നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് സുപ്രീം കോടതിയും ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഹൈക്കോടതിയും പഠിക്കാനുണ്ട്. അപ്പൊ സുപ്രീം കോടതി പഠിച്ചാൽ ഒരു പരിധി വരെ നമുക്ക് ഹൈക്കോടതികൾ എളുപ്പമാണ്. അപ്പൊ സുപ്രീം കോടതിയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ ഒത്തിരി കൊൽക്കത്തയിലായിരുന്നു അല്ലെ, സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് കൊൽക്കത്തയിലും മുംബൈയിലും ഒക്കെ നേരത്തെ കോടതികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ചരിത്രം ഒത്തിരി പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലൊക്കെ. അപ്പൊ നമുക്ക് അതിലേക്കൊന്നും പോകുന്നില്ലെങ്കിൽ പോലും നമുക്കൊരു നമ്മുടെ ഇന്ത്യൻ ഭരണ സംവിധാനം അനുസരിച്ച് നമുക്കൊരു രാജ്യത്തിനൊരു കോടതിയുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട്, ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും, ഈ 3 സിസ്റ്റമാണ് ഇന്ത്യക്കുള്ളത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചിട്ട് അല്ലേ. ഒരു ലെജിസ്ലേച്ചർ ഉണ്ടാവും, അത് നമ്മുടെ പാർലമെന്റ് ആണ്. അതിനെ നയിക്കാൻ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടാവും, ക്യാബിനറ്റ് അടങ്ങുന്ന സംവിധാനമുണ്ട്. പിന്നെയുണ്ട് എന്താണ്, മൂന്നാമത്തെ എന്താണ്, ജുഡീഷ്യറി ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും എപ്പോഴും നിയമങ്ങൾ നിർമ്മിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നു. ഈ രണ്ടിൽ നിന്നും വ്യത്യസ്തമാണ്, സ്വതന്ത്രമാണ് എന്ത്, ഇന്ത്യൻ ജുഡീഷ്യറി എന്നറിയപ്പെടുന്നത്. കാരണം നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ നമ്മുടെ സിസ്റ്റം, നമ്മുടെ ഭരണഘടന അനുസരിച്ച് തന്നെ നമ്മൾ അത് കൃത്യമായിട്ട് നേരത്തെ തന്നെ ഭരണഘടനയിൽ നമ്മൾ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്, എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു തരത്തിലും ലെജിസ്ലേച്ചറിന്റെയോ എക്സിക്യൂട്ടീവിന്റെയോ സ്വാധീനം ഒരിക്കലും ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് നമ്മൾ ഭരണഘടന എഴുതി തയ്യാറാക്കുമ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. മറ്റു പല രാജ്യങ്ങളിലും നീതിന്യായ സംവിധാനം എന്താണ്, അവിടുത്തെ ഗവൺമെന്റ് പറയുന്നതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇന്ത്യയിൽ അങ്ങനെയാണോ? അല്ല. നമുക്കത് 100% അങ്ങനെ തന്നെയാണ്. നമുക്ക് അതിൽ തെറ്റ് പറയാൻ പറ്റില്ല, ഒരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല. ഇല്ല അല്ലെ, ശരിയല്ലേ? ഇപ്പൊ മറ്റു പല നമ്മുടെ തൊട്ടടുത്തുള്ള പല രാജ്യങ്ങളും എടുത്തു നോക്കി, അവിടെ കോടതി ഒരു വിധി പ്രസ്താവിച്ചാൽ അത് നടപ്പിലാക്കുന്നത് അവിടുത്തെ ഗവൺമെന്റിന് വേണ്ടി തടയാൻ പറ്റും. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെ പറ്റത്തില്ല. അതിപ്പോ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നതൊക്കെ അവിടെ ആ സുപ്രീം കോടതിക്കും അല്ലെങ്കിൽ ഹൈക്കോടതിക്കും രാജ്യത്തെ നിയമ സംവിധാനത്തിന് വേണ്ട ലോ മേക്കിംഗ് എല്ലാ സംവിധാനങ്ങളും നടപ്പിലാക്കുന്നത് ഈ പറയുന്ന പാർലമെന്റ് തന്നെയാണ്. പക്ഷെ ആ പാർലമെന്റ് അവിടുത്തെ ജഡ്ജിമാരെ നിയമിക്കുന്നതും അവർക്ക് വേണ്ട ശമ്പളങ്ങളും കൃത്യമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതെല്ലാം തീരുമാനിക്കുന്ന പാർലമെന്റ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ക്യാബിനറ്റ് അടങ്ങുന്ന ഇന്ത്യ പ്രൈം മിനിസ്റ്റർ അടങ്ങുന്ന ക്യാബിനറ്റ് ആണ് അവിടുത്തെ ഈ സംവിധാനങ്ങളെല്ലാം തീരുമാനിക്കുന്നതെങ്കിൽ പോലും നമ്മളൊരു കാര്യം ചിന്തിക്കണം, ഒരിക്കലും ആ പാർലമെന്റിനോടോ അല്ലെങ്കിൽ ആ സംവിധാനത്തോടോ നമുക്കൊരു വിധേയത്വം പുലർത്തേണ്ട ആവശ്യം ഇന്ത്യൻ ജുഡീഷ്യറിക്കില്ല. കാരണം അതെന്താണ്, അത് ജസ്റ്റിസ് എന്നറിയപ്പെടുന്ന ഒരൊറ്റ വാക്കില്ല, നീതി എന്ന് പറയുന്ന സംവിധാനത്തെ അടിസ്ഥാനമാക്കി മാത്രമാണ് ഇന്ത്യൻ നീതിന്യായ സംവിധാനം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെയായിരുന്നു അല്ലെങ്കിലോ, നിങ്ങളൊന്ന് ആലോചിച്ചെങ്കിൽ അല്ലെ, നമുക്ക് രാഷ്ട്രീയക്കാരെയും ഒക്കെ സ്വാധീനം ചെലുത്തി ജഡ്ജിമാരെ സ്വാധീനിച്ച് നമ്മൾ ചില സംഭവങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവും, നമുക്കതൊന്നും പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണ്, ഇന്ത്യയിലെ സംവിധാനം അങ്ങനെയാണ്. മറ്റു പല രാജ്യങ്ങളും എടുത്തു നോക്കിയോ, അവിടുത്തെ ഗവൺമെന്റ് ആണ്, ഏതിലിപ്പോ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിലേക്ക് എടുത്തു നോക്കിയോ, കോടതി എന്ന് പ്രസ്താവിക്കും, അവിടുത്തെ ഗവൺമെന്റ് പട്ടാളം മറ്റൊന്ന് തീരുമാനിക്കും. എന്നാലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെയൊന്നും അല്ല, നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഏറ്റവും നല്ലതാണ് അല്ലെ. നമുക്ക് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇച്ചിരി ഫ്രീഡം കൂടുതലുണ്ടെന്നുള്ളൂ, അത് മാത്രം നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി പ്രോബ്ലം ഉള്ളൂ. നമുക്ക് ഫ്രീഡം ഇച്ചിരി കൂടുതലാണ്, അത് ഇച്ചിരി കൺട്രോളിൽ വരണം. പക്ഷെ ജുഡീഷ്യൽ സംവിധാനങ്ങളെല്ലാം എന്താണ്, ഇപ്പൊ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് അല്ലെ.
ഇപ്പൊ പ്രധാനമന്ത്രി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, കൃത്യമായിട്ടുള്ള, അപ്പൊ നമുക്കറിയാം അരവിന്ദ് കെജ്രിവാൾ എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം ചെയ്ത് തെറ്റോ ഇല്ലോ നമുക്കറിയില്ല, അത് പിന്നീട് വരുന്ന കാര്യമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ആരോപണം വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, കൃത്യമായിട്ട് അവിടെ എന്തുണ്ട്, ഇടപെടുന്നു, അദ്ദേഹത്തെ കൃത്യമായിട്ട് കൊണ്ടുപോകുന്നു. അതെന്തും ആയിക്കോട്ടെ, ആ വ്യക്തി നല്ലതാണോ അല്ലയോ എന്നുള്ളതല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നു. അതാണ് അവിടെ മുഖ്യമന്ത്രിയാന്ന് പറഞ്ഞ അദ്ദേഹത്തെ മാറ്റി നിർത്തപ്പെട്ടോ? ഇല്ല. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതിന്റെ അകത്ത് ചിലപ്പോൾ തെളിവുകൾ വരുമ്പോൾ ഭാവിയിലേക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അത് പിന്നീട് നടക്കുന്ന കാര്യം. അപ്പൊ നമ്മൾ അതിലേക്ക് ഒന്ന് പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇന്ത്യൻ സുപ്രീം കോടതിയെ കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് ഓർത്തിരിക്കുക. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ജുഡീഷ്യൽ റിവ്യൂ, കോടതിയുടെ നീതിന്യായ പുനഃപരിശോധന. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ രാജ്യത്തിന് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നത് പാർലമെന്റിലാണ്. ഈ പാർലമെന്റ് പാസ്സാക്കുന്ന പല നിയമങ്ങളും ജനങ്ങൾക്ക് ഉപകാരമാകണമെന്നില്ല. ചിലപ്പോൾ അത്യാവശ്യമായിട്ട് ചിലപ്പോൾ പെട്ടെന്നൊക്കെ ഇങ്ങനെ നിയമങ്ങൾ പാസ്സാക്കാം. പക്ഷേ അത് ജനങ്ങൾക്ക് നല്ലതല്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ അതിന് വീണ്ടും പുനഃപരിശോധിക്കാൻ പറ്റും. അതായത് അവിടുത്തെ പൗരന്മാർക്ക് വേണ്ട, നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് വേണ്ട ചില നിയമങ്ങൾ പാർലമെന്റ് പാസ്സാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പാസ്സാക്കുന്ന നിയമങ്ങളിൽ പോലും ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിന് എന്ത് ചെയ്യാം, ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും. എന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ആ നിയമങ്ങൾ ഇപ്പൊ നമ്മൾ പല കേട്ടിട്ടില്ലേ, കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പല കാര്യങ്ങളും, സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന പല കാര്യങ്ങളിലും കോടതി ഇടപെടും. കാരണം അവർ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നീതിക്ക് നിരക്കുന്നതല്ലെങ്കിൽ അവിടെ കോടതി ഇടപെടാം. അതാണ് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം. ഒരു ഗവൺമെന്റിനെതിരെ വേണമെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനെതിരെ പോലും സുപ്രീം കോടതിക്ക് വിധി പ്രസ്താവിക്കാം പല കാര്യങ്ങളിലും. നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അടുത്ത നാളുകളിൽ പോലും സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനെതിരെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട് പല കാര്യങ്ങളിലും. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആണ് നല്ല രീതിയിലല്ല പോണെങ്കിൽ അവിടെ കൃത്യമായിട്ട് ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റം ഇടപെടും. സുപ്രീം കോടതി നേരിട്ട് പല കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. നിങ്ങൾ വാർത്തകളിലൊക്കെ അറിഞ്ഞു കാണും. ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരു കാര്യം മാത്രമല്ല, പല കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെന്റിനെ നിശ്ചിതമായിട്ട് വിമർശിച്ച പോലും സംഭവങ്ങളുണ്ട്. അല്ലെ, മറ്റു രാജ്യത്ത് അങ്ങനെ പറ്റുമോ? ഒരു രാജ്യത്ത് സുപ്രീം കോടതി ഈ പറയുന്ന ക്യാബിനറ്റ് അടങ്ങുന്ന സംവിധാനം നിയമിക്കുന്ന ജഡ്ജിമാരും അവിടുത്തെ നീതിന്യായ സംവിധാനവും ഒക്കെതിരെ, അവിടുത്തെ ഗവൺമെന്റിനെതിരെ പ്രതികരിക്കാൻ ഇന്ത്യയിലെ പറ്റുള്ളൂ. കാരണം നമ്മുടെ നിയമം അങ്ങനെയാണ്. നമ്മൾ നീതിക്ക് അനുസൃതമായിട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞ അത്രേ ഉള്ളൂ, ഒരു രാജ്യത്ത് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ പോലും എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ റിവ്യൂ ചെയ്യാൻ, വീണ്ടും റിവ്യൂ ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും പുനഃപരിശോധിക്കാനായിട്ട് ഒരു ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിന് അല്ലെങ്കിൽ സുപ്രീം കോടതി അടങ്ങുന്ന അത്തരത്തിലുള്ള നിയമത്തിന് സംവിധാനം ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. അത്തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ടതാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് യോജിക്കുന്നതല്ല. എപ്പോഴും പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഭരണഘടനയുമായി ചിലപ്പോൾ ചില പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാക്കാം, അല്ലേ? അങ്ങനെ പല കാര്യങ്ങളിലും. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, അതിൽ പോയി ആർക്കും ഇടപെടാം, സുപ്രീം കോടതിക്ക് നേരിട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യൽ സിസ്റ്റത്തിന് നമുക്ക് നേരിട്ട് ഇടപെടാം. അതുപോലെ തന്നെയാണ് മറ്റൊന്നാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ, അല്ലെങ്കിൽ PIL, പൊതു താല്പര്യ ഹർജി. ആർട്ടിക്കിൾ 226 ബന്ധപ്പെട്ട് പൊതു താല്പര്യ ഹർജികളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അത് പൊതുവായുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എന്ത് ചെയ്യാം, പൗരന്മാർക്ക് സംരക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അതൊക്കെ കോടതി നേരിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ പ്രത്യേകിച്ച് കോടതി ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നത് എപ്പോഴും ഓർത്തിരിക്കുക, ജനങ്ങളുടെ നീതിന്യായ സംവിധാനമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതാണ് പൊതു താല്പര്യ ഹർജി, PIL. ഓർത്തിരിക്കുക, ചോദിക്കാറുണ്ട്. ആർട്ടിക്കിൾ 226 എന്നുള്ളത് ഓർത്ത് വെക്കുക, വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാം. നമ്മുടെ സുപ്രീം കോടതിയിൽ നിലവില് അതിന്റെ ഒരു കോമ്പോസിഷൻ പറയാൻ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതിയുടെ. നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ 25 ന്യായാധിപന്മാരാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് 30 മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യുക കേട്ടോ, ചേഞ്ച് വരാറുണ്ട്. 25 എന്നുള്ളതിൽ ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിന്റെ എണ്ണം 25 അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന 25. അപ്പൊ അത് ഓർത്തിരിക്കണ്ട, നിങ്ങൾ പുതിയൊരു ഗൂഗിളിൽ ഒന്ന് കയറി സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പൊ അതിന്റെ ചിലപ്പോൾ മാറ്റം വരാം. അത് എപ്പോഴും, കാരണം അപ്ഡേറ്റ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും ജഡ്ജിമാരുടെ കാര്യത്തിലൊക്കെ. നമുക്കൊരു കൃത്യമായ ചീഫ് ജസ്റ്റിസ് ഉണ്ടാവും. കാരണം ഇപ്പൊ നിങ്ങൾ ഓർക്കും, എന്തിനാ ഒരു ജഡ്ജി പോരെ എന്നൊക്കെ ഓർക്കും. ഏതാണ്ട് 28ഓളം സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ സുപ്രീം കോടതിയാണ് തീരുമാനങ്ങൾ കൊണ്ട്, അല്ലെ? അതായത് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇടപെടാറുണ്ട്, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇടപെടാറുണ്ട്, ഇന്ത്യൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആര് ഇടപെടാറുണ്ട്, സുപ്രീം കോടതിക്ക് തീരുമാനം എടുക്കേണ്ടി വരും. രാജ്യത്തെ മൊത്തം സംവിധാനങ്ങളുടെ ഇതെല്ലാം ഹൈക്കോടതിയിൽ നിന്ന് നമ്മൾ സാധാരണ ഒരു കേസുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് അപ്പീൽ പോകുന്നത് കൂടുതലും സുപ്രീം കോടതിയിലേക്കാണ്. അപ്പൊ അതിൻ്റെതായ പ്രോബ്ലം ഉണ്ടാവും, അല്ലെ? ഒത്തിരി. അപ്പൊ ഇത്രയും ജഡ്ജിമാരെ പല ബെഞ്ചുകളിലായിട്ടാണ്, അല്ലെങ്കിൽ പല ഡിവിഷൻസിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിധികളൊക്കെ നടപ്പിലാക്കുന്നത്. ഒത്തിരി നാളുകൾ നീണ്ടുപോകുന്നുണ്ട്. അത് വലിയൊരു പ്രോബ്ലമാണ്, ശരിയാണ്. അപ്പോൾ ഈ തരത്തിലുള്ള സുപ്രീം കോടതി ജഡ്ജിമാരെയൊക്കെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. അവർക്ക് കൃത്യമായിട്ട് നല്ലൊരു സാലറിയും, അല്ലെ, മറ്റെല്ലാ സംവിധാനങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്താണ്, ഒരിക്കലും പണത്തിന്റെയോ മറ്റു സംവിധാനങ്ങളുടെ പേരിൽ അവർക്ക് എന്താണ് ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ല, അല്ലേ?
നമ്മൾ ആർക്കും ഒരു കൈക്കൂലി സംവിധാനങ്ങളോ അല്ലെങ്കിൽ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കലൊന്നും പറ്റത്തില്ല. അതിനപ്പുറമുള്ള നല്ല സാലറിയും അവർക്ക് എല്ലാ സംവിധാനങ്ങളും അവരെ കൊടുത്ത് അവിടെ ഇരുത്തേക്കാണ്. അല്ലെ, അവർക്ക് കേസുകൾ എടുക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം തീരുമാനം എടുക്കുക. അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയോട് അങ്ങനെ മറ്റു സംവിധാനത്തോടൊന്നും ഒന്നും അവർക്ക് അങ്ങനെ അടുത്ത് പോകാൻ പറ്റത്തില്ല. കാരണം നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം ദൈവം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് കൂടുതലും ബഹുമാനിക്കുന്നത് ജഡ്ജിമാരാണ്. അവരാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നീതിന്യായ സംവിധാനങ്ങൾ, അല്ലെ, ജുഡീഷ്യൽ സംവിധാനങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇന്ത്യൻ പൗരനായിരിക്കണം, ഇവിടെ ഒരു ക്വാളിഫിക്കേഷനൊക്കെയാണ്, അല്ലെ, ഇന്ത്യൻ പൗരനായിരിക്കണം. അതുപോലെ തന്നെ ഹൈക്കോടതിയിൽ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ 2 3 മറ്റു കോടതികളെല്ലാം എന്താണ് കൃത്യമായിട്ടൊരു ജഡ്ജസ് ആയിട്ട് 5 വർഷമെങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. 10 വർഷം ഒരു ഹൈക്കോടതിയിലോ അല്ലെങ്കിൽ 2 3 കോടതികളിലെങ്കിലും വക്കീലായിട്ട് പ്രവർത്തിച്ചിരിക്കണം. മികച്ച ന്യായാധിപനാണെന്ന് ഇന്ത്യൻ പ്രസിഡന്റിന് തോന്നണം. പിന്നെ ഇന്ത്യൻ പ്രസിഡന്റ് തോന്നിയാൽ മാത്രം പോരാ, കേന്ദ്ര സർക്കാരിനും കൂടി തോന്നണം കേട്ടോ. അവരാ തീരുമാനിക്കുന്നത് ആര് വേണമെന്ന്. നിലവിലെ സുപ്രീം കോടതി ന്യായാധിപന്മാർക്ക് 65 വയസ്സ് തികയുന്നവരെ ഒരു ഉദ്യോഗസ്ഥരിലിരിക്കാം. പിന്നെ സ്ഥിരമായ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. അവിടെ കുറേയധികം മൺവേടുകളുണ്ട്, കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അവരുടെ കാലാവധി 65 വയസ്സിലാണെന്നുള്ള ഓർത്തിരിക്കണം. ആസ്ഥാനം ഹെഡ് ഓഫീസ് എവിടെയാണ്? ഹെഡ് എവിടെയാണ്? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ഡൽഹി ആണെന്നുള്ള ഓർത്തിരിക്കുക. അവരുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉറങ്ങിപ്പോയോ എല്ലാവരും? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലേ? നമ്മൾ ഈ 4ാമത്തെ ചോദ്യം കണ്ട PIL, അതൊരു പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നമ്മൾ പറഞ്ഞില്ലേ, പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള ഏതൊരു വ്യക്തിക്കും മറ്റുള്ള അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടും ഒക്കെ എന്താണ് കോടതിയെ നേരിട്ട് സമീപിക്കാം. അവിടെ ആരുടെ ഇടനിലക്കാരുടെ ആവശ്യമൊന്നുമില്ല. പൗരന്മാർക്ക് സമൂഹത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ നമുക്ക് നേരിട്ട്, അതാണ് പൊതു താല്പര്യ ഹർജി അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നറിയപ്പെടുന്നത്. അതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല കേട്ടോ, ഓർത്തിരിക്കുക. ജസ്റ്റ് വായിച്ചു നോക്കുക. അവിടെ കുറെ ആർട്ടിക്കിൾ 226 32 ഒക്കെ ഹൈക്കോടതിയും സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുന്നുണ്ട്. അത് പഠിച്ചു വെക്കുക. അതിലേക്ക് ഞാൻ ഒത്തിരി പോകുന്നില്ല. ഇനി നിങ്ങൾ പഠിക്കേണ്ടതാണ് വളരെയധികം ഇമ്പോർട്ടന്റ്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് വന്നു കഴിയുമ്പോൾ സുപ്രീം കോടതിയുടെ റോൾ എന്താണ് അല്ലെങ്കിൽ പവർ എന്താണ്? നമുക്ക് പ്രധാനമായിട്ടും സുപ്രീം കോടതി, നമുക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെഡറൽ രാജ്യമായതുകൊണ്ട് തന്നെ ഇന്ത്യ വെറും ഫെഡറൽ അല്ല, ക്വാസി ഫെഡറൽ ആണ്. വൃത്തിയായിട്ട് ഓർത്തിരിക്കണം. എക്സാമിന് ചോദിക്കും. വെറും ഫെഡറൽ അല്ല, ക്വാസി ഫെഡറൽ ആണ്, അർദ്ധ ഫെഡറൽ ആണ്. ഓർത്തിരിക്കുക കേട്ടോ. അതായത് ക്വാസി ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും നമ്മുടെ രാജ്യം 2 തരത്തിലുള്ള ഭരണ സംവിധാനമാണ് കൊണ്ടുപോകുന്നതെങ്കിൽ പോലും മെയിൻ ഹെഡ് എന്നറിയപ്പെടുന്നത് യൂണിയൻ ഗവൺമെന്റ് തന്നെയാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. ഓർത്തിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇനി എന്താണ് സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നില് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ തനത് അധികാരം. രണ്ടാമത് പഠിക്കേണ്ടത് അപ്പലേറ്റ് ജൂറിസ്ഡിക്ഷൻ, അതായത് അപ്പീൽ അധികാരം. പിന്നീട് 3 പഠിക്കാനുള്ളത് എന്താണ്? അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, ഉപദേശാധികാരങ്ങൾ. 4 റിവ്യൂയിങ് ഓൺ ജഡ്ജ്മെന്റ്, സ്വന്തം വിധി വീണ്ടും പുനഃപരിശോധിക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ആരെങ്കിലും ഒന്ന് പറയാമോ ആ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന്? ആരൊരാൾ പറയണേ? ചെറിയാനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ആളൊന്ന് പറയാമോ ആ പോയിന്റുകൾ മാത്രം? ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. പോയിന്റുകൾ മാത്രം പറഞ്ഞാൽ മതി. 4 പോയിന്റുകൾ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വായിക്കാൻ പറഞ്ഞത്. ആരാന്ന് പറയണേ? ഞാൻ പറഞ്ഞ ആളുണ്ടോ? ചെറിയാൻ. തനത് അധികാരങ്ങൾ, ഒറിജിനൽ 2 അപ്പീൽ അധികാരം, 3 ഉപദേശകാധികാരം, 4 സ്വന്തം വിധി പ്രഖ്യാപനം. പഠിച്ചു വെക്കണം കേട്ടോ. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ തന്നെ നമുക്ക് ഹൈക്കോടതിയിലേക്കും വരുന്നുണ്ട്. അതായത് ഏതൊക്കെയാണ്? ഒറിജിനൽ ജൂറിസ്ഡിക്ഷനും അപ്പലേറ്റും. അപ്പൊ അവിടെ വരുമ്പോൾ നമുക്ക് പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് അവിടെയും വരുന്നത് കേട്ടോ. ഇത് തന്നെയാണ് ഹൈക്കോടതിക്കും വരുന്നത്. അപ്പൊ പ്രധാനമായിട്ടും 4 തരത്തിലാണ്. ഒന്ന് തനത് അധികാരങ്ങൾ. ഞാൻ ആദ്യം ഇടയ്ക്ക് പറഞ്ഞിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാം. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലങ്ങളിൽ ഇടപെടാം. സംസ്ഥാനങ്ങൾ തമ്മിൽ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, ഈ മുല്ലപ്പെരിയാറല്ല, ഈ നമ്മുടെ ഒരു കാവേരി നദിയിലെ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് കർണാടകവും തമിഴ്നാടും കേരളവും ഒക്കെ തമ്മിൽ ഇടയ്ക്കൊരു പ്രോബ്ലം ഉണ്ട്. ഇതിന്റെ ഇടനിലക്കാരനായിട്ട് നിൽക്കുന്ന സുപ്രീം കോടതിയാണ്, നമുക്കറിയാം അല്ലെ. അതുപോലെ തന്നെ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് കേരളവും തമിഴ്നാടും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള, അതുപോലെ തന്നെ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഒക്കെ ആർക്ക് ഇടപെടാൻ പറ്റും? സുപ്രീം കോടതിക്ക് ഇടപെടാൻ പറ്റും. അത് അവരുടെ ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ ആണ്. അത് അവർക്ക് കൃത്യമായിട്ട് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഹൈക്കോടതികളൊന്നും അല്ല തീരുമാനിക്കുന്നത്, സുപ്രീം കോടതിയാണ്. കാരണം രാജ്യത്ത് മൊത്തമായി ബാധിക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. അതുപോലെ തന്നെ അപ്പീൽ അധികാരം. എന്താ അപ്പീൽ അധികാരം? ഇതിനെ നമുക്ക് 3 ആയിട്ട് തിരിക്കാം. എന്തൊക്കെയാണ്? കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാപരമായ കേസുകളുമായി ബന്ധപ്പെട്ടും,
സിവിൽ കേസുമായി ബന്ധപ്പെട്ടും ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ നമുക്ക് രണ്ടായിട്ടാണ് വീണ്ടും നമുക്ക് അപ്പലേറ്റ് ഇതുമായി ബന്ധപ്പെട്ടതെല്ലാം നമ്മൾ എങ്ങോട്ട് അപ്പീൽ പോകുന്നത്? സുപ്രീം കോടതിയിലേക്കാണ്. അപ്പം ഭരണഘടനാപരമായിട്ട്, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ കേസുമായി ബന്ധപ്പെട്ടും സിവിൽ കേസുമായി ബന്ധപ്പെട്ടും ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട അപ്പീലുകളെല്ലാം എങ്ങോട്ടാ പോണേ? അതെല്ലാം നമ്മുടെ ഏത് ജൂറിസ്ഡിക്ഷനിലേക്കാണ് പോകുന്നത്? അത് സുപ്രീം കോടതിയുടെ അപ്പലേറ്റ് എന്നറിയപ്പെടുന്ന ആ ഒരു മേഖലയിലേക്കാണ് മാറി നിൽക്കുന്നത്. അപ്പൊ അത് രണ്ടാമത്തെ പോയിന്റ്. അപ്പൊ അതിന് നമുക്ക് മൂന്നായിട്ട് തിരിക്കുന്നു. അതായത് നമ്മുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഗൗരവമേറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് സുപ്രീം കോടതിയിൽ എന്ത് ചെയ്യാം? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അപ്പീൽ കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇപ്പൊ ഹൈക്കോടതി ചില കാര്യങ്ങളിൽ തടസ്സം പറഞ്ഞാൽ പോലും സുപ്രീം കോടതിക്ക് അവിടെ നേരിട്ട് ഇടപെടാൻ പറ്റും കേട്ടോ, ഭരണഘടനാപരമായ കാര്യങ്ങളിൽ. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ സിവിൽ തർക്കങ്ങൾ, പണസംബന്ധമായിട്ടുള്ള ഫാമിലിയുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള കേസുകളിലൊക്കെ എന്തെങ്കിലും ഹൈക്കോടതിയിലൊക്കെ കിടക്കുന്ന കേസുകളാണെങ്കിൽ പോലും അതെന്ത് ചെയ്യാം? നമുക്ക് അപ്പീൽ കൊടുക്കാം. കേട്ടല്ലോ. അതുപോലെ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വിധി പ്രസ്താവിക്കാം. കീഴ്ക്കോടതി പല കാര്യങ്ങൾ വെറുതെ വിട്ട പല കേസുകളും അപ്പീൽ കൊടുത്ത് ഹൈക്കോടതിയിൽ നിന്ന് അപ്പീൽ കൊടുത്ത് നമുക്ക് ഇങ്ങോട്ട് പോകാൻ പറ്റും, സുപ്രീം കോടതിയിലേക്ക് പോകാൻ പറ്റും. അതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ് കേട്ടോ, ഓർത്തിരിക്കുക. അപ്പൊ അതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അപ്പലേറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രത്യേകിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ, സിവിൽ ആൻഡ് ക്രിമിനൽ എന്ന് മൂന്നായിട്ട് തിരിക്കാം. പിന്നെയുള്ള അഡ്വൈസറിയാണ്, ഉപദേശകമാണ് അല്ലെ? സുപ്രീം കോടതിക്ക് ഉപദേശിക്കാം ആരെയൊക്കെ? അതായത് കേന്ദ്ര ഗവൺമെന്റിനെ ഉപദേശിക്കാം. പിന്നീട് കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റിനെ മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളൊക്കെ വേണമെങ്കിൽ ഉപദേശിക്കാം. അത് മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ചില കാര്യങ്ങളിൽ സുപ്രീം കോടതിയുടെ ഉപദേശം സ്വീകരിക്കുകയും ചെയ്യാം. ഇപ്പൊ ഗവൺമെന്റ് ചില നിയമങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് വേണമെങ്കിൽ രേഖാമൂലം സുപ്രീം കോടതിയിൽ അറിയിക്കുകയും സുപ്രീം കോടതി ജഡ്ജിമാർ അത് ആലോചിച്ച് അവർക്ക് അത് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഉപദേശങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാം. അതൊക്കെ നമ്മൾ ആർട്ടിക്കിൾ 143 അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ്. അഡ്വൈസറുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 143 വൺ വേർഡ് ചോദിക്കാം. കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ വീണ്ടും ഉണ്ട് റിവ്യൂയിങ് ഓൺ ജഡ്ജ്മെന്റ്, സ്വന്തം വിധി വീണ്ടും പുനഃപരിശോധിക്കാം അല്ലെ? ഇപ്പൊ നമുക്കറിയാം, സ്വയം പ്രഖ്യാപനം നടത്തിയ ഏതൊരു വിധിയും വീണ്ടും കോടതിക്ക് വീണ്ടും കൊണ്ടുവരാം. അതുമായി ബന്ധപ്പെട്ട ചില സിനിമകളൊക്കെ ഉണ്ടെന്നുണ്ട്. ഏതോ ഒരു അടുത്ത കാലത്ത് ഇറങ്ങിയൊരു സിനിമയുണ്ട് അതുമായി ബന്ധപ്പെട്ട്. മലയാളത്തിലൊരു സിനിമ, അതെനിക്ക് തോന്നുന്നു അതോടെ ഒരു ഗരുഡൻ എന്ന് പറഞ്ഞൊരു സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ വിധി പ്രസ്താവിച്ചിട്ട് അത് വീണ്ടും രണ്ടാമത് കോടതിയിൽ കൊടുത്ത്, നിങ്ങൾ കണ്ടോ? ആ പടം കണ്ടോ? കണ്ട ആരെങ്കിലും ഉണ്ടോ? ഒന്നും പറയുന്നില്ല. എന്നെ പറ്റി ഉറങ്ങിപ്പോയോ? കണ്ടവരാരുമില്ല? ആരും ഒന്നും പറയുന്നില്ലോ. എന്നെ പറ്റിയേ എല്ലാവരും? കേട്ടില്ല എന്താ ചോദിച്ചേന്ന്. ഞാൻ ചോദിച്ചിത്രേ ഉള്ളൂ. നീ ഇപ്പൊ നമ്മള് സ്വന്തം വിധി, അതായത് ഒരു സുപ്രീം കോടതിക്ക് സ്വന്തം പ്രസ്താവിച്ച വിധി വീണ്ടും പുനഃപരിശോധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ, ഈ അടുത്ത നാളുകളിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഗരുഡൻ എന്നും പറഞ്ഞൊരു സിനിമ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സുരേഷ് ഗോപിക്ക് അഭിനയിച്ചതാണ്. അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ, സിനിമ കാണാറില്ലായിരുന്നു. ഓക്കെ. അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഒരു വിധി കോടതി പ്രസ്താവിച്ചിട്ട് കോടതി അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫൈനൽ സ്റ്റേജിലെത്തി അത് വിധി പ്രസ്താവിച്ചു. എന്നിട്ട് ആ കേസ് വീണ്ടും രണ്ടാമത് ആ പ്രതി തന്നെ വീണ്ടും രണ്ടാമത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്ന ഒരു കഥയാണ്. ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ, കോടതി ഒരു വിധി പ്രസ്താവിച്ച് ശിക്ഷയും കൊടുത്തു, ക്ലോസ് ചെയ്ത ഒരു കേസ് രണ്ടാമത് എന്ത് ചെയ്യുന്നു? വീണ്ടും അത് കോടതി തന്നെ വീണ്ടും ഒരു റിവ്യൂ കൊടുത്ത് വീണ്ടും അത് എന്ത് ചെയ്യുന്നു? വീണ്ടും അത് കുത്തിപ്പൊക്കിക്കൊണ്ടുവരുന്ന ഒരു കഥയാണ്. കണ്ടാൽ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒരു സംവിധാനം കോടതിക്കുണ്ട്. കോടതിക്ക് ചില കേസുകളിൽ തെറ്റ് പറ്റാം കേട്ടോ. ഞാൻ അങ്ങനെ തെറ്റ് പറ്റാന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്, ആ തെറ്റുകൾ പറ്റുന്നതിനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തള്ളിക്കളയാൻ പറ്റില്ല. കാരണം തെളിവുകളാണ് കോടതി എപ്പോഴും നോക്കുന്നത്. അപ്പൊ തെളിവുകൾ നമുക്ക് കൃത്യമായിട്ടുണ്ടാകത്തില്ലേ? കോടതിക്ക് അറിയാം അത് കൃത്യമാണോ അല്ലയോ എന്ന്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രസ്താവിച്ച വിധി വീണ്ടും റിവ്യൂ ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അടുത്ത കോർട്ട് ഓഫ് റെക്കോർഡ്. വാട്ട് ഈസ് മീൻ ബൈ കോർട്ട് ഓഫ് റെക്കോർഡ്? എന്താണ്? ഭരണഘടന സുപ്രീം കോടതി ഒരു രേഖാ കോടതിയായിട്ട്, ഇന്ത്യൻ ഭരണഘടന സുപ്രീം കോടതി ഒരു രേഖാ കോടതിയായിട്ടാണ് കാണുന്നത്. കോർട്ട് ഓഫ് റെക്കോർഡാണ്. പ്രധാനപ്പെട്ട രാജ്യത്തിന് വേണ്ട പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുന്നത് ഈ പറയുന്ന കോർട്ട് ഓഫ് റെക്കോർഡ് എന്നറിയപ്പെടുന്ന ഈ സുപ്രീം കോടതിയിലാണ് കേട്ടോ. അത് മറ്റു കോടതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിക്കോട്ടെ, ഏത് കോടതിയിലുള്ള എന്ത് കാര്യവും നമുക്ക് അവിടെ സൂക്ഷിച്ചു വെക്കാം. അതൊന്നും നിരസിച്ചു കളയാൻ സുപ്രീം കോടതിക്ക് പറ്റില്ല. അതുകൊണ്ട് കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന പേരിലും അറിയപ്പെടുന്നു. പിന്നെ ജുഡീഷ്യൽ റിവ്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇത്രയുമാണ് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? ഈ ചാപ്റ്ററിൽ നിന്ന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ മനസ്സിലാവാനുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. വൺ വേർഡ് ബേസ് ചെയ്താണ് ഞാൻ ഇതെല്ലാം പറഞ്ഞത്. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വൺ വേർഡ് ഞാൻ എത്ര പേര് എഴുതാനാ പറഞ്ഞിരുന്നേ? ഉള്ളവര് എത്ര പേര് എഴുതാനാ പറഞ്ഞിരുന്നേ? പെട്ടെന്നൊന്ന് പറഞ്ഞേ. നമുക്ക് വൺ വേർഡുകളുണ്ട്, ചില ടെക്സ്റ്റുകളിൽ വൺ വേർഡുകളുണ്ട്. ഉള്ളവര്, അല്ലാത്തവർക്ക് PDF ആയിട്ട് തരും.
എന്തായാലും തന്നോളും. 50 വരെ. ഓക്കെ, റഹ്മത്ത് അല്ലേ, 50 വരെ. 50 വരെ ഉള്ള. ഇനി ഇത് നിങ്ങളൊരു എന്തായാലും സമയമുണ്ടല്ലോ, ഒരാഴ്ച മിച്ചമുണ്ട്. ഒരാഴ്ചയുണ്ട്. ഒരു 125 എഴുതത്തില്ലേ? 50 മുതൽ 75 എഴുതത്തില്ല. അതായത് 125 നമ്പർ വരെ എഴുതാൻ പറ്റുമല്ലോ. നിങ്ങൾ പഠിച്ചും കൂടെ പോണേ. നമ്മൾ ആ ക്ലാസ്സിന് ലെവലിൽ മാക്സിമം വൺ വേർഡും കൂടെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിന് കുറച്ചും കൂടി എളുപ്പമാകാൻ വേണ്ടിയാണ് അതാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഓഫ്ലൈൻ അല്ല, അതുകൊണ്ട് ഓൺലൈൻ ആണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് എന്ത് ചെയ്യണം? അതുകൊണ്ട് നിങ്ങളത് കവർ ചെയ്യാൻ ശ്രമിക്കണം. കേട്ടല്ലോ? വൺ വേർഡ് എല്ലാവരും എഴുതുമെന്ന് വിചാരിക്കുന്നു. ആ വൺ വേർഡ് നിങ്ങളുടെ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. പുതിയ ചില പുസ്തകത്തിൽ ബാക്കിൽ കിടപ്പുണ്ട്. അതില്ലാത്തവർ പേടിക്കേണ്ട, നിങ്ങൾക്ക് PDF ആയിട്ട് തരും. PDF ആയിട്ട് തരും, അയച്ചു തരും. നിങ്ങൾക്ക് സമയം എടുക്കും, നിങ്ങൾക്ക് തന്നോളും കേട്ടോ. ഞാൻ നിങ്ങളെ കൊണ്ട് ഉള്ളവരെ കൊണ്ട് അങ്ങ് പഠിച്ചു പോട്ടെ എന്ന് വെച്ചാണ്. ഇല്ലാത്തൊരു പേടിക്കേണ്ട, വൺ വേർഡ് തരും. അന്നേരം നിങ്ങളത് നോക്കി പഠിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? പരമാവധി നിങ്ങളുടെ സെന്ററുകളിൽ ചോദിക്കുക കേട്ടോ. വൺ വേർഡ് തരാൻ ചോദിക്കുക. PDF ആയിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് തരും, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരും. നിങ്ങളുടെ കൊടുത്തിട്ടില്ലേ? എന്തോ അതിന്റെ ആൻസർ അതിൽ തന്നെ കൊടുത്തിട്ടില്ലേ? ആൻസർ എല്ലാം ഉണ്ട്. ചോദ്യവും ഉത്തരവും കൃത്യമായിട്ടുണ്ട്. അതായത് ടെക്സ്റ്റിലുള്ള അതേ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് PDF ആയിട്ട് തരുന്നത്. ആൻസറും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഒരു 10, 400, 500 വരും. കൃത്യമായിട്ട് പഠിക്കണം. എന്നോർത്ത് അത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് നിലവിൽ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ. വൺ വേർഡുകൾ ഒരിക്കലും നിങ്ങൾ എന്ത് പഠിച്ചാലും നിങ്ങൾ വൺ വേർഡുകൾ ഇനി ഇമ്പോർട്ടൻ്റ് കൊടുത്ത് പഠിക്കുക. കാരണം എനിക്ക് തോന്നി കഴിഞ്ഞ എക്സാം വളരെ എളുപ്പമായിരുന്നു. വൺ വേർഡുകൾ ഒത്തിരി ചോദിച്ചു. ഞാൻ അന്ന് രാവിലെ ക്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് കൂടുതൽ വന്നത്. എന്നോർത്ത് എല്ലാ പ്രാവശ്യം അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് വൺ വേർഡുകൾ പ്രാധാന്യം. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു. നേരത്തെ വൺ വേർഡുകളൊന്നും ആയിട്ടില്ലായിരുന്നു. ഷോർട്ട് ആൻസറും ഒക്കെ ആയിരുന്നു. ഈ പ്രാവശ്യം തൊട്ട് മൊത്തം വൺ വേർഡുകളാണ്. 50ഓളം വൺ വേർഡുകളാണ്. 50 മാർക്കിന്റെ വൺ വേർഡുകൾ. 50ഓളം അല്ല, 50 മാർക്കിന്റെ വൺ വേർഡുകളും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമുക്ക് ചോദിക്കുന്നത്. ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്താണ് നിങ്ങൾക്ക് തരുന്ന PDF. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സംശയമുണ്ടോ എന്തെങ്കിലും? നമുക്കിനി ഒരു ചാപ്റ്ററിലേക്ക് പോകാൻ സമയമില്ല. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് നമുക്ക് ചോദിക്കാം. ചാപ്റ്റർ ഏതൊക്കെയാണെന്ന് പറയാമോ സാർ? പഠിക്കേണ്ടത് ഇനി പഠിക്കാനുള്ള ചാപ്റ്ററുകളാ? അതെ. ഓക്കെ, നമ്മുടെ ആദ്യത്തേക്ക് ഞാൻ പറഞ്ഞു തന്നല്ലേ? 3, 4, 6, 7, 8, 9. ഓക്കെ, മൊഡ്യൂൾ 3 പഠിക്കേണ്ടത് ചാപ്റ്റർ 10, ചാപ്റ്റർ 10, 11, 12 നോട്ട് ചെയ്തോ? പിന്നെ നമുക്ക് നോട്ട് ചെയ്യേണ്ടത് 14, 15, 16. നോട്ട് ചെയ്തോ? 14, 15, 16. ഇനി അടുത്ത മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നമുക്ക് പഠിക്കേണ്ട ചാപ്റ്ററുകൾ മൊഡ്യൂൾ 4ലേക്ക് വന്നു കഴിയുമ്പോൾ ഡെമോക്രസി അറ്റ് വർക്കിൽ നമുക്ക് 17 വേണ്ട, 17 വരുന്നില്ല. 18, 19, 20, 21. 17 വേണ്ട, 18 വേണം, 19 വേണം, 20 വേണം, 21 വേണം. അത് പഠിക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ മൊത്തം ഒന്ന് തന്നേക്കട്ടെ. നിങ്ങൾക്ക് പഠിക്കേണ്ട ചാപ്റ്ററുകൾ മൊത്തം ഒന്ന് തന്നേക്കട്ടെ. എല്ലാവരും നോട്ട് ചെയ്യാമോ? ചെയ്യാം സാർ. ഓക്കെ, അപ്പൊ 18, 19, 20, 21 അത്രയും പഠിക്കണം. അത് 4 വേണ്ടതാണ്. ഇനി മൊഡ്യൂൾ 5ലേക്ക് വരുമ്പോൾ മേജർ കണ്ടംപററി ഇഷ്യൂസിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ പഠിക്കേണ്ടത് ചാപ്റ്റർ 23, 24, 25. 23 എൻവയോൺമെന്റൽ അവയർനെസ്, 24 ഗുഡ് ഗവേണൻസ്, 25 ഹ്യൂമൻ റൈറ്റ്സ്. കിട്ടിയോ? എല്ലാവരും നോട്ട് ചെയ്തോ? ഓക്കെ, അതുപോലെ തന്നെ ഇനി ചാപ്റ്റർ 6ലേക്ക് വന്നു കഴിയുമ്പോൾ മൊഡ്യൂൾ 6ലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ത്യ ആൻഡ് ദ വേൾഡ്. അതിൽ നമുക്ക് പഠിക്കേണ്ടത് പ്രധാനമായിട്ടും 26 പഠിക്കണം. ഇന്ത്യാസ് ഫോറിൻ പോളിസി, ഇന്ത്യയുടെ വിദേശ നയം, ഇന്ത്യാസ് ഫോറിൻ പോളിസി. നോട്ട് ചെയ്തോ? പിന്നെ നമുക്ക് 27 ആവശ്യമില്ല, 28 പഠിക്കണം. ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബേഴ്സ്, ചൈന, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. ചാപ്റ്റർ 26ഉം 28ഉമാണ് നമുക്ക് അവിടെ പഠിക്കേണ്ടത്. സമയമുള്ളതുകൊണ്ടാണ് ഒരു ചാപ്റ്റർ എടുക്കാൻ ഇനിയിപ്പം നമുക്ക് സമയമില്ല. അതുകൊണ്ടാണ് 10 മിനിറ്റല്ലേ ഉള്ളൂ. 10 മിനിറ്റ് ഇല്ല, എന്തായാലും തീരില്ല. ഞാൻ ഓർമ്മയോടെ എടുക്കാന്ന് വെച്ചിട്ടായിരുന്നു. അപ്പൊ നമുക്ക് തീരില്ല. അപ്പൊ നമുക്ക് ഇതിലേക്ക് പോവാം. ഇനി അടുത്ത ഓപ്ഷണൽ ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊക്കെ പഠിക്കണേന്ന്? എന്തോ
രണ്ട് ഏതാണ്? മൂന്ന് നാല് മൊഡ്യൂള് മൊഡ്യൂള് 2, രണ്ട് 3 മൂന്ന് നാല് മൊഡ്യൂള് 2, 3, 4 ഒന്നുകൂടെ പറയണോ? ആ പറയണം. ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നോ? ഏത്? മൊഡ്യൂൾ ഞാൻ 2 വിട്ടുപോയി. ആസ്പെക്ട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലേ പറഞ്ഞേ, ആസ്പെക്ട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അതിലല്ലേ? അതെ അതെ അതില് 6, പെട്ടെന്ന് വേണേ, 6, 7, 8, 9. 6 മൊഡ്യൂൾ 2 6, 7, 8, 9 നോട്ട് ചെയ്തോ? ഇൻഡെക്സിൽ നോട്ട് ചെയ്യുക കേട്ടോ. 6, 7, 8, 9 നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? ഓക്കെ. മൊഡ്യൂൾ 3ലേക്ക് വരുമ്പോൾ സ്ട്രക്ചർ ഓഫ് ദി ഗവൺമെന്റിൽ 10, 11, 12. 10, 11, 12 പെട്ടെന്ന് വേണേ. 10, 11, 12 നോട്ട് ചെയ്തോ? ഒന്ന് ടിക്ക് ചെയ്താൽ മതി. നോട്ട് ചെയ്തു. പിന്നീട് 14, 15, 16. 13 നമുക്ക് ആവശ്യമില്ല. 14, 15, 16. 14, 15, 16 പെട്ടെന്ന് വേണേ. 14, 15, 16 നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തു. മൊഡ്യൂൾ 4ലേക്ക് വന്നു കഴിയുമ്പോൾ 18, 19, 20, 21. 18, 19, 20, 21. 18, 19, 20, 21. ബാക്കി ഓക്കെ അല്ലേ? ബാക്കിയെല്ലാം ചെയ്തല്ലേ? അതെ 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 അപ്പൊ നമുക്ക് ഇനി അടുത്തത് നമ്മളെ ഓപ്ഷണൽ മൊഡ്യൂള് ഫസ്റ്റും ഓപ്ഷണൽ മൊഡ്യൂൾ 2ഉം കണ്ടോ? അവിടെ നിന്ന് ശ്രദ്ധിക്കണം. അവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ഓപ്ഷൻ മൊഡ്യൂൾ 1 എടുക്കാം, അല്ലെങ്കിൽ ഓപ്ഷൻ മൊഡ്യൂൾ 2 എടുക്കാം. അതായത് വേൾഡ് ഓർഡർ ആൻഡ് ദി യുണൈറ്റഡ് നേഷൻ, രണ്ടാമത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പൊ ഞാനത് വരുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ഏതാണോ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം അതിൽ ഒരെണ്ണം എടുക്കാം. അപ്പൊ പരീക്ഷയ്ക്ക് രണ്ടിൽ നിന്ന് ചോദ്യം വരും. അപ്പൊ എഴുതുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി, രണ്ടും കൂടി എഴുതി വെക്കരുത് കേട്ടോ. അങ്ങനെയും ശ്രദ്ധിക്കണം. ചിലവർ രണ്ടും കൂടെ പഠിച്ചു വെക്കും, എന്നിട്ട് രണ്ടും കൂടി എഴുതി വെക്കും. അങ്ങനെ ചെയ്യരുത്. ഉള്ള രണ്ടിലെ മാർക്ക് പോകും. ഒന്നുകിൽ ഓപ്ഷൻ മൊഡ്യൂൾ 1 എഴുതുക, അല്ലെങ്കിൽ ഓപ്ഷൻ മൊഡ്യൂൾ 2 എഴുതുക. കേട്ടല്ലോ? മൊഡ്യൂൾ 1 ആയിരിക്കും ഇച്ചിരി എളുപ്പം, കാരണം UN കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് നമുക്ക്. അപ്പൊ അതേക്കുറിച്ചൊക്കെ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നിങ്ങൾ നേരത്തെ പഠിച്ചതായിരിക്കും. മറ്റേത് ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അവിടെ നമുക്ക് പഠിക്കേണ്ടത് ഓപ്ഷൻ മൊഡ്യൂൾ 1 30, 31 യുണൈറ്റഡ് നേഷൻ പീസ് ആക്ടിവിറ്റീസ് അതാണ് പഠിക്കുന്നതെങ്കിൽ 30, 31 എടുക്കാം. 2 ചാപ്റ്റർ പഠിച്ചാൽ മതി മൊഡ്യൂൾ 1 ആണെങ്കിൽ. നോട്ട് ചെയ്തോ? ഓക്കെ. ഇനി മൊഡ്യൂൾ 2 ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ഇന്ത്യയിലാണെങ്കിൽ ചാപ്റ്റർ 33 പബ്ലിക് സർവീസ് കമ്മീഷനും ചാപ്റ്റർ 35 പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് ബ്യൂറോക്രസി, ഇത് രണ്ടും പഠിച്ചു വെക്കണം. 33, 35 33, 35 പഠിക്കണം. അത് ഏതാന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. പിന്നെ ഒരു കാര്യം, എല്ലാവരും എക്സാമിന് വരുമ്പോൾ ഈ ഓപ്ഷൻ മൊഡ്യൂൾ എന്ന് മറന്നു കളയും. അത് വളരെ സിമ്പിൾ ആയിട്ട് അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു ധാരണയിൽ പഠിക്കാതെ പോകും. നേരത്തെ അതിനകത്ത് 1-2 ചോദ്യങ്ങൾ വരുവുള്ളായിരുന്നുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല. അതിൽ നിന്ന് 1 വേർഡ് എന്തായാലും ചോദിക്കും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കും, ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, ഒരു എസ്സേയും ചോദിക്കും. കേട്ടല്ലോ? 10-15 മാർക്കോളം അവിടെ നിന്ന് ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാവും. എല്ലാവരും ഇത് വിട്ടുകളയും. ആദ്യത്തെ എല്ലാം പഠിച്ചങ്ങ് വരും. നിങ്ങൾക്ക് മുമ്പുള്ള അതിന് മുമ്പുള്ള ബാച്ചിലൊക്കെ എന്താണ്, ഈ ചാപ്റ്ററിൽ മൊത്തം പഠിക്കണമായിരുന്നു. 1 വേർഡുകളൊന്നും ഇല്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ചാപ്റ്ററിന്റെ എണ്ണം കുറച്ചിട്ട് 1 വേർഡുകളെ കൂടുതൽ ഇമ്പോർട്ടൻസ് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പുതിയ സിലബസിലേക്ക് മാറിയിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഓർത്തിരിക്കുക. ഇത്രയൊക്കെയാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. ആരെങ്കിലും ഇല്ലെങ്കിൽ അത് നിങ്ങൾ ഹാൻഡ് ഓവർ ചെയ്താൽ മതി. നിങ്ങൾ അറിയുന്നവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു വെക്കുക. ഇനി എന്തെങ്കിലും നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അതോ? ഇഷ്ടപ്പെട്ടു സാർ. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് ചെയ്യണം. എന്താണ് നമുക്ക് പ്രധാനമായിട്ടും ഓരോന്നും എടുത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നന്നായിട്ട് പോവുക. നമുക്കിനി ഒരാഴ്ച സമയമുണ്ട്, അടുത്ത ആഴ്ച വരെ സമയമുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ഇതെല്ലാം ഒന്ന് വായിച്ചു പോവുക കേട്ടോ. പൊളിറ്റിക്സ് അല്ലേ, വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. മറ്റു വിഷയങ്ങളായിരിക്കും എനിക്ക് തന്നെ കുറച്ചും കൂടെ, ഹിസ്റ്ററി പോലെയുള്ള വിഷയങ്ങളൊക്കെ ആയിരിക്കും കുറച്ചും കൂടെ ബുദ്ധിമുട്ട് വരിക. അപ്പൊ അതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റും. അപ്പൊ നന്നായിട്ട് പഠിക്കുക. 1 വേർഡുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക കേട്ടോ. ഓർത്തിരിക്കുക. എങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.